അതുകൊണ്ട് ജ്ഞാനം തീർച്ചയായും ഉണ്ടാകും. ആത്മാവിന്റെ നിത്യശുദ്ധം മുക്ത സ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം ഈ ശ്രുതി പ്രമാണത്തിൽ നിന്നും ഉണ്ടാകും. വേദാന്ത വാക്യങ്ങളുടെ ശ്രവണം കൊണ്ടുണ്ടാകും എന്നാണ്. ഇതി അഭ്യുപഗന്തവ്യം എന്ന് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. വെളിച്ചം ഉണ്ടായാൽ ഇരുട്ട് നശിക്കും, അതുപോലെ ജ്ഞാനം ഉണ്ടായാൽ അജ്ഞാനം നശിക്കും. ഇത് നിങ്ങൾക്കും സ്വീകരിച്ചേ മതിയാകൂ. തച്ച അജ്ഞാനം ദർശിതം ഹന്താഹം ഹതോസ്മീതി. ഈ അജ്ഞാനത്തെയാണ് അർജുനനൂടെ വെളിപ്പെടുത്തിയത്. എന്താണ്? അഹം ഹന്ത, ഞാൻ കൊല്ലുന്നവനാണ്. ഹതോസ്മി, ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള രീതിയിൽ അർജുനൻ വെളിപ്പെടുത്തിയത്. ശത്രുക്കൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവരെ കൊല്ലും, ഈ തരത്തിൽ. ഇത് പറയുന്നത് എന്താണ്? ഒരു ജീവന്റെ അജ്ഞാനത്തെ കാണിക്കുകയാണ്. ഉഭൗ തൗന വിജാനീതൈരി, രണ്ടു കൂട്ടരും അറിയുന്നില്ല, കൊല്ലുന്നു എന്ന് കരുതുന്നവനും കൊല്ലപ്പെടുന്നു എന്ന് കരുതുന്നവനും. അതായത് ഈ ഭാഗങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നത്, അർജുനന്റെ ഒരു നിമിത്തമാക്കി അവതരിപ്പിക്കുന്നത് ആ ജീവന്റെ അജ്ഞാനത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഥയ്ക്കല്ല അവിടെ പ്രാധാന്യം, ആ തത്വത്തിനാണ് പ്രാധാന്യം എന്നാണ്. അത്രജ ആത്മനോ ഹനനക്രിയായ കർത്തൃത്വം കർമ്മത്വം ഹേതു കർത്തൃത്വം ച അജ്ഞാനകൃതം ദർശിതം. ഒരു പ്രവൃത്തിയിൽ ഒരാൾ കർത്തൃത്വം വരാം, താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരാം. കർമ്മത്വം വരാം, ആ പ്രവൃത്തിക്ക് താൻ വിധേയനാകുന്നു, ക്രിയയുടെ കർമ്മമാകുന്നു, അങ്ങനെ വരാം. ഹേതുകർത്തൃത്വം, താൻ ചെയ്യിപ്പിക്കുന്നവനാകുന്നു എന്ന് വരാം. ഇവിടെ അർജുനൻ തന്നിൽ കർത്തൃത്വവും കർമ്മത്വം ആരോപിച്ചു, ഭഗവാനിൽ ഹേതുകർത്തൃത്വം ആരോപിച്ചു. കർത്തൃത്വം ആരോപിച്ചത് അങ്ങനെ, ഞാൻ ഇവരെ കൊല്ലേണ്ടവനാണ്, ഞാൻ യുദ്ധം ചെയ്യേണ്ടവനാണ്. കർമ്മത്വം എങ്ങനെ ആരോപിച്ചു? ഇവർ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഹേതുകർത്തൃത്വം എങ്ങനെ ആരോപിച്ചു? ഭഗവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു, ഭഗവാനത് ആരോപിച്ചു. ഇതെല്ലാം എവിടെയാണ് ആരോപിച്ചിരിക്കുന്നത്? ആത്മനഃ, ആത്മാവിലാണ്. ആത്മാവിൽ ഹനനക്രിയയുടെ കർത്തൃത്വം കർമ്മത്വം ഹേതുകർത്തൃത്വം ഇതെല്ലാം ആരോപിക്കുന്നത് എങ്ങനെയാണ്? അജ്ഞാനകൃതം, ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കിയത്. ദർശിതം ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ്. തച്ച സർവക്രിയാസ്വഭി സമാനം കർത്തൃത്വാദേർ അവിദ്യാകൃതത്വം ഔക്രിയത്വാദ് ആത്മനഃ. ഇവിടെ പറഞ്ഞ ഈ കർത്തൃത്വം കർമ്മത്വം ഹേതുകർത്തൃത്വം, ഒരു പ്രവൃത്തി ചെയ്യുക, ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുക, ഒരു പ്രവൃത്തിയെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾ. ഇത് കേവലം യുദ്ധത്തിന് വേണ്ടിയോ ഹിംസയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, സർവക്രിയാസ്വഭി സമാനം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ സർവപ്രവൃത്തികളിലും തുല്യമായിരിക്കും. സർവപ്രവൃത്തികളിലും, ഒരു ജീവന്റെ സർവപ്രവൃത്തികളിലും, അയാൾ ബോധപൂർവം ചെയ്യുന്ന സർവപ്രവൃത്തികളിലും ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ അയാൾ കർത്താവായിരിക്കും, അല്ലെങ്കിൽ അയാൾ കർമ്മമായിരിക്കും, അല്ലെങ്കിൽ ഹേതുകർത്താവായിരിക്കും. അവിടെയെല്ലാം എന്താണ്? കർത്തൃത്വാദേ അവിദ്യാകൃതത്വം. ഇതെല്ലാം അജ്ഞാനകാര്യമാണ് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം. അജ്ഞാനം കൊണ്ടാണ് അയാൾ ഇതെല്ലാം തന്നെ കൽപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഔക്രിയത്വാദ് ആത്മനഃ, ആത്മാവ് വികാരരഹിതനാണ്, താൻ വികാരരഹിതനാണ്, തന്നിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ സംഭവിക്കുന്നതായി കരുതുന്നു. വിക്രിയാവാൻ ഹി കർത്ത ആത്മനഃ കർമ്മഭൂതം അന്യം പ്രയോജയതി കുരുതി. വിക്രിയാവാൻ ഹി കർത്ത, വികാരം ഉള്ള ഒരുവൻ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, തന്നിൽ വികാരമുണ്ടെങ്കിൽ, വികാരമുള്ള ഒരുവൻ എന്ത് ചെയ്യുന്നു? ആത്മനഃ കർമ്മഭൂതം അന്യം, തനിക്ക് കർമ്മമായിരിക്കുന്ന വേറൊരുവന്. ഇവിടെ ശ്രീകൃഷ്ണനും അർജുനനും. വിക്രിയാവാൻ ഹി കർത്ത ആണ് ശ്രീകൃഷ്ണൻ. ആത്മനഃ കർമ്മഭൂതം, തനിക്ക് കർമ്മഭൂതമായിരിക്കുന്നു അന്യൻ. ആര്? അർജുനൻ. അവനെന്ത് ചെയ്യുന്നു? പ്രയോജയതി, പ്രേരിപ്പിക്കുന്നു. എങ്ങനെ? കുരു ഇതി, ചെയ്യൂ എന്നിങ്ങനെ. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു. വികാരവാനായിരിക്കുന്ന, ക്രിയ തന്നിൽ ഉള്ളവനായ ശ്രീകൃഷ്ണൻ കർത്താവ്, ആത്മനഃ കർമ്മഭൂതം, തനിക്ക് കർമ്മമായിരിക്കുന്ന ആര്? അന്യം, ആ തന്നിലിരിക്കുന്ന ക്രിയയ്ക്ക് കർമ്മമായിരിക്കുന്ന താല്പര്യം. കർത്താവ് നമ്മൾ ഭാഷയിൽ പഠിക്കും. കർത്താവ്, കർമ്മം, പ്രയോജക കർത്താവ് എന്ന് പറയും. ഇവിടെ പ്രയോജക കർത്താവായിരിക്കുന്നു, പ്രേരണ കൊടുക്കുന്ന, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പ്രേരണ കൊടുക്കുന്ന കർത്താവായിരിക്കുന്നു വിക്രിയാവാൻ ഹി കർത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണൻ.
ആത്മന കർമ്മഭൂതം. തന്നിലിരിക്കുന്ന ആ ക്രിയ അതിന് കർമ്മമായിരിക്കുന്നതാണ് ഇവിടെ അർജുനൻ. അർജുനനെ പ്രേരിപ്പിക്കുന്നു. എങ്ങനെ? കുരു ചെയ്യുക. ഇത് അവിദ്വാന് തോന്നുന്നതാണ്, അജ്ഞന് തോന്നുന്നതാണ്. വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാ? അവിക്രിയത്വ ആത്മനഃ തദ്ദേത് അവിശേഷേണ വിദുഷഃ സർവക്രിയാസു കർത്തൃത്വം ഹേതുകർത്തൃത്വം ച പ്രതിഷേധതി ഭഗവാൻ വാസുദേവോ വിദുഷഃ കർമ്മ അധികാര അഭാവ പ്രദർശനാർത്ഥം വേദാവിനാശിനം കഥം സപുരുഷ ഇത്യാദിന. തദ്ദേത് അവിശേഷം. അതുകൊണ്ടെന്താണ്? പൂർണ്ണമായും വിദുഷഃ സർവക്രിയാസു, വിദ്വാനെ സംബന്ധിച്ച്, ഭഗവാനെ സംബന്ധിച്ച് ഒരു ക്രിയകളിലും കർത്തൃത്വമില്ല. ഏത് കർത്തൃത്വം? പ്രേരകൻ എന്നുള്ള ആ അവസ്ഥയില്ല. പ്രതിഷേധി ഭഗവാൻ. ഇതെല്ലാം ഭഗവാൻ നിഷേധിക്കുകയാണ്. വാസുദേവ, ഭഗവാൻ വാസുദേവ തന്നിൽ തന്നെയുള്ള കർത്തൃത്വം, കർത്തൃത്വം അതെല്ലാം നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? കർമ്മ അധികാര അഭാവ പ്രദർശനാർത്ഥം. കർമാധികാരം വിദ്വാന് ഇല്ല. അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ പറയുകയാണ് വേദാവിനാശിനം നിത്യം കഥം സപുരുഷ ഇത്യാദി. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇതാണ്. ജ്ഞാനി കർമാധികാരിയല്ല. അത് പറഞ്ഞു വരുന്നതിന്റെ പരമമായ താല്പര്യം. പുനർ വിദുഷോ അധികാര. അങ്ങനെയാണെങ്കിൽ വിദ്വാൻ എവിടെയാണ് അധികാരം? കർമ്മത്തിനല്ലെങ്കിൽ. പുനർ വിദുഷോ അധികാര. വിദ്വാൻ എവിടെയാണ് അധികാരം? ഇത്യേതുക്തം പൂർവമേവ ജ്ഞാനയോഗേന സാഖ്യാനവിധി. ഇത് മുമ്പ് തന്നെ പറഞ്ഞല്ലോ. ജ്ഞാനയോഗേന സാഖ്യാന. വിദ്വാൻമാർക്ക് ജ്ഞാനയോഗത്തിലാണ് അവർക്ക് അധികാരം, വിധി. തഥാച സർവകർമ്മസന്യാസം ഭക്ഷ്യതി സർവകർമാണി മനസ്സാ ഇത്യാദിന. ഇനി ഗീതയിൽ തന്നെ പറയും 5-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ സർവകർമ്മ സന്യാസം സർവകർമാണി മനസ്സാ സന്യസ്യാശ്ചൈ സുഖം വശി നവദ്വാരേ പുരേ എന്നിങ്ങനെ പറയും. ആ സർവകർമ്മസന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠയിലാണ് വിദ്വാന് അധികാരം, കർമ്മത്തിലല്ല എന്ന് പറയും. ഇവിടെയാണ് അടുത്ത ചോദ്യം വരുന്നത്. എന്നാണ് മനസ്സാ ഇതി വചനാ വാചികാനാം കായികാനാം സന്യാസി. മനസ്സാ ഇതി വചനാ സർവകർമാണി മനസ്സാ സന്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനസ്സാ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വാചികാനാം കായികാനാം ച സന്യാസം. വാചികം കർമ്മങ്ങൾ 3 തരമാണ് പ്രധാനമായി. കർമ്മങ്ങളെ ഇങ്ങനെ 3 തരമായിട്ട് വേർതിരിക്കുന്നതും മുഖ്യമായും വൈദിക കർമ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ്. നമ്മൾ പറയുന്നത് മാനസം, വാചികം, കായികം, അങ്ങനെ കർമ്മങ്ങൾ 3 തരത്തിലുണ്ട്. ഈ 3 തരത്തിൽ കർമ്മങ്ങൾക്ക് പിരിവ് വന്നതിന് തന്നെ വൈദിക കർമ്മങ്ങളാണ് അതിന് മുഖ്യമായ കാരണം. കാരണം വേദത്തിൽ ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച്, വൈദിക കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങളിൽ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വാചികം എന്നുള്ളതിന് അവിടെ ഒരു പ്രത്യേകത വന്നു. അല്ലെങ്കിൽ കായികം എന്ന് പറയുന്നതിന് ശരീരത്തിലുള്ള മറ്റ് ഇന്ദ്രിയങ്ങളെപ്പോലെ ഒന്നാണ് ജിഹ്വേന്ദ്രിയം. വാചികം എന്ന് വെച്ചാൽ നാക്കുകൊണ്ട് പറയുന്നു. അപ്പൊ കായികം എന്ന് പറയുന്നത് കൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്നതും എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാചികം വാക്കുകൊണ്ട് പറയുന്നത് ആദ്യം ഉൾപ്പെട്ട് അതും കായികത്തിൽ വരേണ്ടതാണ്. അതിനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തു. അതാണ് വാചികം, വാചിക കർമ്മം എന്ന് പറയുന്നത്. കാണുന്ന കർമ്മമല്ല, അത് പ്രത്യേകം പറഞ്ഞില്ല. കേൾക്കുന്നത് ഒരു കർമ്മമാണ്, അത് പറഞ്ഞില്ല. പറയുന്നതിന് മാത്രം ഒരു കർമ്മമായിട്ടെടുത്തു. പ്രത്യേകിച്ച് എന്തുകൊണ്ട്? കാരണം വേദത്തിൽ ഇത്തരത്തിൽ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് പ്രധാനം. മാനസിക കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കർത്താവാണ്, ഭോക്താവാണ് എന്നും മറ്റുമുള്ള മനസ്സിന്റെ സങ്കല്പം, അത് മാനസിക കർമ്മമാണ് യാഗാദി ക്രിയകളെ സംബന്ധിച്ച്. പിന്നെ വാചികമായ കർമ്മം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ചൊല്ലുക. അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ കർമ്മങ്ങളോടും ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മന്ത്രങ്ങൾ ചൊല്ലുക, പറയുക. അതുകൊണ്ട് അതിനവിടെ പ്രാധാന്യമാണ്.
വേദോച്ചാരണം അത് ജിഹ്വയെ ആശ്രയിച്ചാണ് നടക്കുന്നത്, നാക്കിനെ ആശ്രയിച്ച്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക സ്ഥാനമാണ്. പിന്നെ കായികമായി ചെയ്യുന്ന, കൈകൊണ്ടും കാലുകൊണ്ടും മറ്റും ചെയ്യുന്ന പ്രവൃത്തികൾ. അങ്ങനെ ഈ വേദത്തിൽ വേദകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായ 3 വിഭജനം വന്നത്. അത് പിന്നീട് വന്ന് നമ്മുടെ സാധാരണ ലൗകിക കാര്യങ്ങൾക്കും ഇങ്ങോട്ട് കടന്നു വന്നതാണ് ഈ 3 തരത്തിലുള്ള കർമ്മ വിഭജനം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, മനസ്സുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം അതവിടെ പോയി. ആ ചോദ്യത്തിൽ ചോദിച്ചാണ് ഇത്. ചോദിച്ചവർക്ക് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. മനസ്സാ, അതാണ് ഞാൻ ചോദ്യം ഇവിടെ പോയി എന്ന് ചോദിച്ചു. മനസ്സാ, മനസ്സുകൊണ്ട് ധരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അത് ശരിയായൊരു ചോദ്യമാണ്, വളരെ പ്രസക്തിയുള്ള വളരെ യുക്തമായൊരു ചോദ്യമാണ്. മനസ്സുകൊണ്ട് ത്യജിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ സാധാരണ പറയും. അങ്ങനെ ഉപനിഷത്തിനൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ത്യജിച്ചിട്ട് ഭജിക്കുക, മനസ്സുകൊണ്ടെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാം അനുഭവിക്കുക, അതാണ് സന്യാസം. അങ്ങനെ പറയുന്നുണ്ട്. അതാണ് ഇവിടെയും ചോദിക്കുന്നത്. മനസ്സുകൊണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം പ്രവർത്തിക്കുക. മനസ്സ വാചികാനാം കായികാനാം. അപ്പോൾ ശരീരം കൊണ്ടും ബാക്കി എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സുകൊണ്ട് ഇതിനെ ത്യജിക്കുക. വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ്, എളുപ്പമുള്ളതാണ്, ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അതെല്ലാം ഞാൻ മനസ്സുകൊണ്ട് ത്യജിച്ചിരിക്കുക. എളുപ്പമുള്ള കാര്യമാണ്. അതാണ് ഇവിടെയും ചോദിക്കുന്നത്. പലർക്കും ത്യാഗം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടവും. പലർക്കും അങ്ങനെ ആകുമ്പോൾ എന്തും ചെയ്യാം, കാരണം സമാധാനമുണ്ട് മനസ്സിൽ. ഞാൻ മനസ്സുകൊണ്ട് ത്യജിച്ചിരിക്കുന്നു, എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. മറുപടി പറയാനും എളുപ്പമുണ്ട്. എന്ത് വേണ്ടാതിനും ചെയ്തു കഴിഞ്ഞാലും ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് എന്നെ ബാധിക്കുന്നില്ല, കാരണം മനസ്സുകൊണ്ട് ത്യജിച്ചു എന്ന് പറയും. അപ്പോ അങ്ങനെ പറയുമ്പോൾ പറയാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഇത് പ്രായോഗികമല്ലെന്നാണ് പറയുന്നത്. കർമ്മത്തെ മനസ്സുകൊണ്ട് ത്യജിക്കുക എന്ന് പറയുന്നത് ആകും, പക്ഷെ മനസ്സുകൊണ്ട് ത്യജിച്ചതിന് ശേഷം പിന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? സർവകർമാണി ഇതി വിശേഷിതത്വ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സർവകർമ്മങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലോ, വൈദിക കർമ്മങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് പ്രധാനമായും ഇങ്ങനെ ഒരു വിഭജനം വന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ യാഗവും മറ്റും എന്താണ്? മനസ്സിലുള്ള ആ സങ്കല്പങ്ങൾ, യാഗത്തെ സംബന്ധിച്ചുള്ള ആ ഭാഗം അങ്ങ് വിട്ടിട്ട് ബാക്കി വേദമന്ത്രങ്ങൾ ചൊല്ലുക, മറ്റ് ശരീരങ്ങൾ കൊണ്ട് ചെയ്യുക, അങ്ങനെയുള്ള കർമ്മങ്ങൾ അങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞാലോ പറയുന്നു ഇല്ല. സർവകർമാണി, കർമ്മത്തെ ഉപേക്ഷിക്കേണ്ടടുത്ത് അവിടെയും പറയുന്നുണ്ട് എന്താണ്? സർവകർമാണി മനസ്സ സന്യസ്യാസ്തി. സർവകർമ്മങ്ങളെന്ന് പറഞ്ഞു. സർവകർമ്മം എന്ന് പറയുമ്പോൾ അതിൽ വാചികാനാം കായികാനാം, വാചിക കായിക മാനസിക കർമ്മങ്ങളെല്ലാം വരും. അപ്പോൾ സർവകർമ്മങ്ങളെയും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലുള്ള കർമ്മത്തെയും ത്യജിച്ചേ പറ്റും. മനസ്സിലുള്ള കർമ്മത്തെ ത്യജിക്കുമ്പോൾ വാചിക കായിക കർമ്മങ്ങളെയും ത്യജിച്ചേ പറ്റും എന്നർത്ഥം. വീണ്ടും ചോദിക്കുകയാണ്, മാനസാനാമേവ കർമ്മണാം. ഇത് സർവകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തോന്നു? മാനസികമായ സർവകർമ്മങ്ങളും എന്തെടുത്താണ്? ശരീരം കൊണ്ട് പ്രവർത്തിക്കാം എന്നർത്ഥം. മനസ്സ് കൊണ്ടുള്ള സർവകർമ്മങ്ങളെയും എന്നെടുക്കണം. എന്താ? കായിക വാചിക കർമ്മങ്ങളെന്നെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലോ മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ശരീരം കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ ആയാലോ എന്നാ അതും സാധ്യമല്ല. മനോവ്യാപാരപൂർവകത്വ വാക് വ്യാപാരാണാം മനോവ്യാപാര അഭാവി തദനുഭവത്തെ. ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും ഈ വിഷയം. ആ ചോദ്യത്തിന്റെ ഉത്തരം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയാണ് എല്ലാവരും ഗീത വ്യാഖ്യാനിക്കുന്നത്? മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അത് പരമാബദ്ധം എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. മനോവ്യാപാരപൂർവകത്വ വാഗ്, കായ വ്യാപാരാണ്. കാരണം ശരീരവും
വാഗിന്ദ്രിയവും പ്രവർത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ മനസ്സ് പ്രവർത്തിച്ചിരിക്കണം. മനസ്സ് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ശരീരത്തിലും വാഗിന്ദ്രിയത്തിലൊന്നും പ്രവൃത്തി നടക്കത്തില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിൽ നിന്നും പോകും. കാരണം എന്തുകൊണ്ട്? മനസ്സിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. മനസ്സില്ലെങ്കിൽ പിന്നെ പ്രവൃത്തി നടക്കത്തില്ല. മനസ്സ് പ്രവർത്തിച്ചാലേ ശരീരത്തിൽ പ്രവൃത്തി നടക്കത്തുള്ളൂ. മനസ്സിൽ നിന്ന് പ്രവൃത്തി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ പ്രവൃത്തിയില്ല. അതാണ് അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത്. അപ്പോ വൈദികമായ യാഗാദി കർമ്മങ്ങൾ, അതിനാദ്യം എന്ത് ചെയ്യുന്നു? കർമ്മസങ്കല്പം അയാൾ സ്വീകരിക്കുന്നു. കർമ്മദീക്ഷ എന്ന് പറയുന്ന കർമ്മസങ്കല്പമാണ്. ആ ദീക്ഷയെ തുടർന്നാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അങ്ങോട്ട് നടക്കുന്നത്. ശരീരം കൊണ്ടും വാഗുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിനെ തുടർന്നാണ് നടക്കുന്നത്. അത് സന്യസ്തം മയ എന്ന് മനസ്സുകൊണ്ട് അതിനെ, ആ സങ്കല്പത്തെ സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും? പിന്നെ ശരീരത്തിൽ ആ കർമ്മത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തി നടക്കത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കാം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഇതിനോട് ചിന്തിക്കാതെ പറയുകയാണ്. എവിടെയാണോ മനസ്സിൽ ത്യാഗം വരുന്നത്, സന്യസ്തം മയ എന്ന് പറയും. സന്യാസം സ്വീകരിക്കുമ്പോൾ അതിലെടുക്കുന്ന പ്രതിജ്ഞയാണ്, ഞാനിത് സന്യസിച്ചിരിക്കുന്നു. 3 ലോകങ്ങളെയും സാക്ഷി നിർത്തി ആ കർമ്മസങ്കല്പത്തെ ത്യജിക്കുകയാണ്. ആ കർമ്മസങ്കല്പത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് പിന്നെ കർമ്മം ചെയ്യണമെങ്കിൽ വീണ്ടും ആ കർമ്മസങ്കല്പം കൊണ്ടുവരണം. പിന്നീട് അയാൾക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലങ്ങനെ ഒരു സങ്കല്പം വേണം. അതുകൊണ്ട് പറയുന്നു മനോവ്യാപാരപൂർവകത്വ വാക്കായ വ്യാപാരമാണ്. വാഗിന്ദ്രിയത്തിന്റെയും ശരീരങ്ങളുടെയും എല്ലാം പ്രവർത്തനം മനസ്സിന്റെ പ്രവർത്തനത്തോടുകൂടി നടക്കും. മനോവ്യാപാരാഭാവേ, മനോവ്യാപാരമില്ലെങ്കിൽ തദനുഭവത്തി അത് സംഭവിക്കത്തില്ല. ഉദാഹരണം ഉറക്കം തന്നെ. ഉറക്കത്തിൽ മനോവ്യാപാരമില്ല. ഒരു കർമ്മത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമുക്കവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കർമ്മവും നടക്കുന്നില്ല. ഇപ്പൊ ചോദിക്കും, ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അത് ജീവനധാരണത്തിന് വേണ്ടിയുള്ള അതിസൂക്ഷ്മമായ പ്രാണവ്യാപാരങ്ങൾ അതവിടെ ഉണ്ടായിരിക്കും. അത് ജീവസഹജമായിട്ടുള്ളതാണ്. അതിനു വേണ്ടുന്നുള്ള എല്ലാ വ്യാപാരങ്ങളും അവിടെ കാണും. മനസ്സിന്റേതായാലും അത് അത്യന്തം സൂക്ഷ്മമായിട്ട് അന്ധകരണത്തിന്റെ സൂക്ഷ്മതലത്തിൽ പ്രാണരൂപത്തിൽ അത്തരം വ്യാപാരങ്ങൾ നിലനിൽക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ആ വ്യാപാരങ്ങളെ ആശ്രയിച്ച് ഉള്ള ശരീരപ്രവർത്തനങ്ങൾ മാത്രം നടക്കും. ഉറക്കത്തിൽ ചിലർ എണീറ്റ് ഓടുന്നത് അങ്ങനെ ചോദിക്കും. അവിടെ മനസ്സ് പ്രവർത്തിക്കും. സ്വപ്നവും മറ്റും കണ്ടിട്ടായിരിക്കും അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഉറക്കത്തിനും മനസ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വപ്നമായി വേറെ തരത്തിൽ. ജാഗ്രതയിലേതുപോലെയല്ല. ശരീരത്തിൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കും. അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ സുഷുപ്തിയിൽ എന്താണോ മനസ്സ് അവിടെ പൂർണ്ണമായും നിശ്ചലമായിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടക്കത്തില്ല. എന്തെങ്കിലും ശരീര പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രാണസ്പന്ദനം, മനസ്സും പ്രാണനും ഒന്ന് തന്നെ, ആ പ്രാണസ്പന്ദനം കൊണ്ട് അതെല്ലാം നടക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ മനസ്സുകൊണ്ടെല്ലാം കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഉറക്കത്തിന്റെ അവസ്ഥയിലായിരിക്കും. പിന്നെ അയാളുടെ ശരീരമൊന്നും അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കത്തില്ല, ഇച്ഛയും കാണത്തില്ല അവിടെ. അതുകൊണ്ട് ഈ പറയുന്നത് മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ശരീരം കൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വേറെയാണ്. അത് വെറുതെ പറയുകയാണ്. അതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരാളങ്ങനെ അവകാശപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ, ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലില്ല, പുറമേ ഉള്ളൂ എന്ന് പറയും. കർണക്കുറ്റിക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലുണ്ടോ? വേദനയുണ്ടെങ്കിൽ മനസ്സിലപ്പോൾ അറിയാം, മുഖത്ത് നോക്കി അറിയാം.
വേദനിച്ച മുഖത്ത് അത് കാണാൻ പറ്റും. അപ്പം ബോധ്യപ്പെടും മനസ്സിന് എന്തോ ഉണ്ട്, ഇല്ലാതെ തന്നെ ഇത് നടന്നെന്ന് മനസ്സിലാവും. അതൊക്കെ നമ്മൾ പരീക്ഷണത്തിലൂടെ തന്നെ നോക്കണം. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഉടൻ തന്നെ ഉടൻ ബോധ്യപ്പെടും മനസ്സിനുമുണ്ട്. ഈ മനസ്സിലൊന്നും ഇല്ലാന്ന് വരുന്നവരെ തെളിയിക്കാൻ ഏറ്റവും നല്ല എളുപ്പമാണ്. ഉടനൊന്ന് പരീക്ഷിച്ച് നോക്കുക. ശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ വേദനിക്കും. ആ വേദന എവിടെയാ വരുന്നത്? മനസ്സിൽ. അപ്പോൾ മനസ്സിലുണ്ടായിട്ടാണല്ലോ ശരീരത്തിലും വന്നത്. അപ്പം മനസ്സിലില്ല, ശരീരത്തിലേ ഉള്ളൂ എന്ന് പറയുന്നത് അബദ്ധമാണെന്ന് നമുക്ക് ഉടൻ തെളിയിക്കാം. ആര് ഇവിടെ പറയുന്നു അപ്പോൾ അത് ശങ്കരാചാര്യരുടെ ഭാഷയൊന്നും എടുത്ത് മറിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാഷ്യം വായിക്കാതെ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഈ പറയുന്നത് ഒരു തട്ടിപ്പാണ്. മനസ്സിലില്ല, ശരീരത്തിലേ ഉള്ളൂ എന്ന് പറയുന്നത് ആണ്. മനോവ്യാപാരപൂർവകത്വ വാക്കായ വ്യാപാരമാണ്. വാക്കായ വ്യാപാരങ്ങളെല്ലാം മനോവ്യാപാരപൂർവകമാണ്. മനോവ്യാപാര അഭാവേ തദനുഭവത്തെ. അത് ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. മനസ്സിന് വ്യാപാരമില്ല, ശരീരത്തിനും അത് വരത്തില്ല. ജാനാതി ഇച്ഛതി യതതേ. ഇതൊരു പൊതുവായ നിയമമായി പറയുകയാണ്. അദ്വൈതികൾ മാത്രം പറയുന്നത്, എല്ലാ ദാർശനികന്മാരും പറയുകയാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി അവിടെ നടക്കണമെങ്കിൽ ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനം, അറിവ് മനസ്സിലുണ്ടാകും. അത് ബോധപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അബോധപൂർവമായിരിക്കാം. ഒരു ജ്ഞാനം അവിടെ ഉണ്ടാകും. തുടർന്നൊരു ഇച്ഛ അതെന്തകരണത്തിലുണ്ടാവണം. ആ പ്രവൃത്തിയിലേക്ക് ആ ജീവനെ പ്രേരിപ്പിക്കുന്ന ഒരു ഇച്ഛ, അത് സ്ഥൂലമാകാം അല്ലെങ്കിൽ സൂക്ഷ്മമാകാം. ഒന്നുകിൽ സൂക്ഷ്മമായ ഇച്ഛയായിരിക്കും, വാസനാരൂപത്തിലുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ പ്രകടമായ ഇച്ഛയായിരിക്കും. ചില സ്ഥലങ്ങളിൽ സൂക്ഷ്മമായ ഇച്ഛയാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം നടക്കുന്നു. അപ്പം ജീവനധാരണത്തിനുള്ള ജീവന്റെ വളരെ സൂക്ഷ്മമായ ഇച്ഛ അത് വാസനാരൂപത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ, ശരീരവ്യാപാരങ്ങളെല്ലാം നടക്കുന്നു. അവിടെയും സൂക്ഷ്മമായ ബോധമുണ്ട്. ആ ബോധമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥൂലമായ ബോധം നഷ്ടപ്പെട്ടാലും സൂക്ഷ്മമായി ഇതെല്ലാം നടക്കും. അതുകൊണ്ട് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നു. ശരീരമായി ജീവനെ, പ്രാണനെ ബന്ധപ്പെടുത്തുന്നതിന് സൂക്ഷ്മമായ ഇച്ഛയും ക്രിയയും എല്ലാം അവിടെ ആവശ്യമുണ്ടെന്നാണ്. ഉണർന്നിരിക്കുമ്പോൾ അത് സ്ഥൂലമായിരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ, ഏതെങ്കിലും ഭാഗം. അത് മാത്രമല്ല, ശരീരവ്യാപാരത്തെക്കുറിച്ചല്ല, ചലനം, ക്രിയ, കർമ്മം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇച്ഛയും അതിന്റെ പിന്നിൽ ഒരു ബോധവും പ്രവർത്തിക്കുന്നു. അതുതന്നെയാണ് ഈശ്വരാസ്തിത്വത്തിന് തെളിവായിട്ട് ആസ്തികന്മാർ പറയുന്നത്. അതായത് ജഡമായ വസ്തുക്കളിൽ പോലും ചലനം കാണുന്നുണ്ട്. ജഡമായ വസ്തുക്കളിൽ ചലനം എവിടുന്ന് വന്നു? അതിന്റെ പിന്നിൽ ഈശ്വരേച്ഛ, ഈശ്വരബോധം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സമഷ്ടി ബോധം, സമഷ്ടി ഇച്ഛ. അത് ഹിരണ്യഗർഭരൂപത്തിലും വൈശ്വാനര രൂപത്തിലും പ്രവർത്തിക്കുന്ന ഈശ്വരന്റെ സങ്കല്പങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വചലനത്തിനും കാരണം. സർവത്ര ചലനത്തിന് പിന്നിൽ, കർമ്മത്തിന് പിന്നിൽ ജ്ഞാനവും ഇച്ഛയും പ്രവർത്തിക്കുന്നതാണ്. തദൈക്ഷത ശ്രുതി തന്നെ പറയും. അവൻ സങ്കല്പിച്ചു സൃഷ്ടിയുടെ ആദ്യത്തിൽ, ഇച്ഛിച്ചു ഞാൻ പലതായി തീരട്ടെ. അവിടെ കർമ്മം ആരംഭിക്കുകയാണ്, പലതാകുക എന്നുള്ള കർമ്മം. സർവത്ര ആ കർമ്മം പ്രേരകമായിരിക്കുന്നത് മാനസിക സങ്കല്പമാണ്. അതില്ലെങ്കിൽ കർമ്മമില്ല എന്നർത്ഥം. ഇവിടെ വേറൊരു കാര്യം കൊണ്ടും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാം. അതായത് ഒരാൾ കർമ്മയോഗത്തെക്കുറിച്ചും മറ്റും പറയുന്ന സന്ദർഭം, കർമ്മയോഗവും മറ്റും അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിന്റെ അസംഗതയെ ഭാവന ചെയ്യുന്നു. ആത്മാവ് നിർമ്മമനാണ്, നിരഹങ്കാരിയാണ്, അസംഗനാണ്, ഇങ്ങനെയെല്ലാം ഒരാൾ ഭാവന ചെയ്യുന്നു. അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ ധ്യാനിക്കുന്നു. ഇതിനെ ഇത്തരം ഭാവന, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ധ്യാനിക്കുന്നവർ എന്ത് കരുതുന്നു? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, താൻ ആത്മസ്വരൂപനാണ്,
തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾക്കെല്ലാം ആത്മാവ് സാക്ഷിഭാവത്തിൽ നിൽക്കുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള മാനസിക ഭാവനകളും, പ്രധാനമായും മാനസിക ഭാവന ഒരു കർമ്മയോഗി കർമാനുഷ്ഠാന വേളയിൽ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ കർമ്മത്തെക്കുറിച്ച് അയാൾ അങ്ങനെ സങ്കല്പിക്കുന്നു. അപ്പോൾ ഈ സങ്കല്പങ്ങൾ എന്താണ്? അത് മാനസികമായ കർമ്മവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സങ്കല്പമല്ല, മറിച്ച് എന്താണ്? ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ഇങ്ങനെ ഒരാൾ സങ്കല്പിക്കുന്നത് കൊണ്ട് അയാളുടെ മനസ്സിൽ കർമ്മവ്യാപാരങ്ങളില്ല എന്നർത്ഥമില്ല. ഇങ്ങനെ സങ്കല്പം തന്നെ മനസ്സിന്റെ ഒരു വ്യാപാരമാണ്. അതിനെ ചിലർ തെറ്റിദ്ധരിക്കും. ഇങ്ങനെ സങ്കല്പിക്കുന്നത് മനസ്സിൽ നിന്നും കർമ്മങ്ങളെ ത്യജിക്കലാണ്. അത് ചിലർ തെറ്റിദ്ധരിച്ചിട്ടും ഇങ്ങനെ പറയും. എന്താണ്? ഞാൻ മനസ്സുകൊണ്ട് ത്യജിച്ചിരിക്കുന്നു. അങ്ങനെ വരുന്നിടത്തെല്ലാം എന്താ സംഭവിക്കുന്നത്? അയാൾ ഭാവന ചെയ്യുന്നത് മനസ്സിൽ കർമ്മങ്ങളില്ലെന്നല്ല ഭാവന ചെയ്യുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നില്ലെന്നല്ല ഭാവന ചെയ്യുന്നു, മറിച്ച് പ്രവർത്തിക്കുന്നത് മനസ്സാണ്. എല്ലാ വ്യാപാരങ്ങളും മനസ്സിനാണ്. ആത്മാവിന് ഇതൊന്നുമില്ല എന്നുള്ളതാണ്. അതിന്റെ മനോവ്യാപാര അഭാവമായിട്ട് അതിനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ ആത്മാവിലുള്ള പ്രവൃത്തികളെ മനസ്സുകൊണ്ട് അയാൾ നിഷേധിക്കുകയാണ്. ആത്മാവിനിതൊന്നും ഇല്ല. അങ്ങനെ നിഷേധിക്കുന്ന സമയത്തും ആ നിഷേധം തന്നെ ഒരു പ്രവൃത്തിയാണ്. അയാളുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ചില തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ മനസ്സുകൊണ്ടെല്ലാം തേച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് എവിടെ തേച്ചോ? മനസ്സുകൊണ്ട് ഇതൊന്നും ആത്മാവിൽ നടക്കുന്നില്ല എന്ന് സങ്കല്പിച്ചതേ ഉള്ളൂ. അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ട് മനോവ്യാപാരങ്ങൾ ഒഴിയുന്നില്ല, മറിച്ച് ആ സങ്കല്പിക്കുന്നതുകൂടി മനസ്സിന്റെ പ്രവൃത്തിയാണ്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാതെ ചിലർ പറയും എന്താണ്? മനസ്സുകൊണ്ടെല്ലാം തേച്ചിരിക്കുന്നു, മനസ്സിലൊന്നുമില്ല, പുറമേ ഉള്ളൂ, ശരീരത്തിലേ ഉള്ളൂ എന്ന് പറയും. അതല്ല പരമാർത്ഥം. എല്ലാം മനസ്സിൽ നിൽക്കുക. ആത്മാവിലില്ല എന്ന് കേവലം ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ആത്മാസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, മനനം ചെയ്യുന്നു. മനനം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിന്റെ വ്യാപാരമാണ്. ആ മനനങ്ങൾ ആത്മാവിലല്ല, ആത്മസാന്നിധ്യത്തിൽ അന്ധക്കരണത്തിലാണ് നടക്കുന്നത്. ഇത്രമാത്രം നമുക്ക് ചിന്തിക്കാം. അങ്ങനെയുള്ള ചിന്ത കൊണ്ട് മനസ്സിൽ പ്രവർത്തനങ്ങളില്ല എന്ന് കരുതാൻ പാടില്ല. അത് പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു, സാധാരണ പ്രവൃത്തി, ലൗകിക പ്രവൃത്തി, വേദവും കർമ്മവും എല്ലാം പോട്ടെ. സാധാരണ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാക്സിമം ചിന്തിക്കാവുന്നുള്ള എന്താണ്? പരമാവധി ഞാൻ അജ്ഞാനം കൊണ്ട് ഈ പ്രവൃത്തികൾ ചെയ്യുന്നു. പരമാർത്ഥത്തിൽ ഞാൻ ആത്മസ്വരൂപനാണ്. ആത്മസ്വരൂപമായ എന്നിൽ ഈ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തി. ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. എനിക്ക് പരമാർത്ഥത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അജ്ഞാനം കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ധരിക്കുകയാണ്. ഇവിടെ ഞാനെന്ന് കരുതുന്നത് ഈ ശരീര ഇന്ദ്രിയ മനസ്സുകളല്ല, വാസ്തവത്തിൽ അത് ആത്മാവാണ്. ഇങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിൽ നമ്മൾ ചിന്തിച്ചാലും, എത്ര സമയം ചിന്തിച്ചു കഴിഞ്ഞാലും, എന്തെല്ലാം ഭാവനകൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും മനസ്സിൽ നിന്നുള്ള കർമ്മങ്ങൾ മാറുകയല്ല. മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ അഹന്തയ്ക്ക് എല്ലാം ഈ ആത്മാവിനോട് വന്നിരിക്കുന്ന താതാത്മ്യത്തെ, അധ്യാസത്തെ ശിഥിലീകരിക്കാൻ അത് സഹായിക്കും. അജ്ഞാനത്തെ ദുർബലപ്പെടുത്താൻ അത് സഹായിക്കും. അല്ലെങ്കിൽ നമ്മുടെ അഹന്തയ്ക്ക് ഈ ശരീരാദികളോടുള്ള ബന്ധത്തെ അത് ദുർബലമാക്കും. അല്ലെങ്കിൽ അഹന്ത അത് ആത്മാവിനോട് ബന്ധിപ്പിക്കാതിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും അതുകൊണ്ട് സാധിക്കും. പക്ഷെ മനസ്സിന്റെ വ്യാപാരങ്ങളെ അതുകൊണ്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല. ഈ എല്ലാ അഭ്യാസങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടന്നാലും ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടതായ മാനസിക വ്യാപാരങ്ങൾ അവിടെ നടന്നിരിക്കുന്നു, സ്ഥൂലമായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടോ. നമ്മൾ എന്തെങ്കിലും ഗാഠമായ ചിന്തയിൽ മുഴുകിയിരുന്നുകൊണ്ട് ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പോലും മനസ്സവിടെ സൂക്ഷ്മമായി ആ ശരീരത്തിന്റെ പിന്നിലുണ്ട്. മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ
അത് സുഷുപ്തി പോലെയോ സമാധി പോലെയുള്ള അവസ്ഥയിലേക്ക് പോകും. ശരീരം നിശ്ചലമാകും. പിന്നെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ മനസ്സ് ശരീരത്തിന് പിന്നിൽ വേണം. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇതിനെല്ലാം ത്യജിച്ചിട്ട് പിന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും അസംഭവമായൊരു കാര്യമാണ്. ആർക്ക് സാധ്യമല്ല. തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മനസ്സുകൊണ്ട് ഒരാൾ ആത്മാവിന്റെ അസംഗതയെ ഭാവന ചെയ്യുന്നതുകൊണ്ട് മനസ്സിന്റെ വ്യാപാരങ്ങൾ പോകുന്നില്ല. മനസ്സും ആത്മാവുമായിട്ടുള്ള താതാത്മ്യത്തെ അയാൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അയാൾ അഹന്തയെ ആത്മാവിനോട് ബന്ധിപ്പിക്കാതിരിക്കുന്നു. ഇല്ലെങ്കിൽ അയാൾ അഹന്തയെ ആത്മസ്വരൂപമായി ധ്യാനിക്കുന്നു. ഇത് പലതരത്തിലുമാകാം. ഈ പലതരത്തിലുള്ള അഭ്യാസങ്ങളും ഒരു കർമാനുഷ്ഠാനം വേളയിൽ ഒരു കർമ്മയോഗിക്ക് സ്വീകരിക്കാം. പക്ഷെ ഇതൊന്നും കൊണ്ട് മനോവ്യാപാരത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. മനസ്സ് ചിന്തിക്കുന്നു. ഭാവന അല്ലെങ്കിൽ മനനം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സാധാരണ എല്ലാ പ്രവൃത്തികൾക്കും മനസ്സിന്റെ പ്രവൃത്തി, മനസ്സാന്നിധ്യം അത് കൂടി തീരും. മനസ്സാന്നിധ്യം എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ പ്രവൃത്തിയിൽ മാറ്റം വരുന്നതായിട്ട് നമുക്കറിയാം. പിന്നെ ചില പ്രവൃത്തികളിൽ നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സിന് പിന്നെ സ്ഥൂലഭാവത്തിൽ പ്രവൃത്തിക്കൊപ്പം നയിക്കുന്നുണ്ട്. അത് മനസ്സ് സൂക്ഷ്മമായി നിന്നോളൂ. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അവിടെ മനസ്സിന്റെ സ്ഥൂലമായ സാന്നിധ്യം ഇല്ലെങ്കിലും പ്രവൃത്തി നടന്നോളൂ യാന്ത്രികമായി. അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? മനസ്സ് സൂക്ഷ്മഭാവത്തിൽ നിൽക്കും. മനസ്സിന്റെ വ്യാപാരം അവിടെയുണ്ട്. അതുകൊണ്ട് മനോവ്യാപാരാഭാവി ഭാഷകാരൻ പറയും. മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് മനസ്സിൽ ഇല്ലാതെയാക്കിയിട്ട് ബാഹ്യമായി പ്രവർത്തിക്കുക അത് അസംഭവമാണ്. അത് അനുഭവത്തെ. അതുകൊണ്ട് നിങ്ങൾ ഒരു കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷകാരൻ ഉദ്ദേശിക്കുന്ന കർമ്മത്യാഗം, വൈദികമായ കർമ്മങ്ങളുടെ ത്യാഗം, വിഹിതമായ കർമ്മങ്ങളുടെ ത്യാഗം. ആ ത്യാഗം മനസ്സുകൊണ്ട് ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അയാൾക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ല. മനസ്സുകൊണ്ടാണ് മുഖ്യമായി ത്യജിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്താണ് സന്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് മുഖ്യം. കർമ്മത്യാഗത്തെക്കുറിച്ചുള്ള അതാണ് മുഖ്യം. സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? മനസ്സുകൊണ്ട് അവിടെ ത്യജിക്കുകയാണ്. ശരീരം കൊണ്ട് പിന്നെ കർമ്മം നടക്കത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് ഈ ഭാഗം കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ഇതാണെങ്കിൽ ഇതാണ് എന്റെ ഉത്തരം. ഇതാണോ എന്ന് എനിക്ക് ചോദ്യകർത്താക്കൾ ഇതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ചോദ്യം ഇവിടെ ഉണ്ടെങ്കിൽ പറയാം. ഇതാണെങ്കിൽ അതാണ് മനസ്സുകൊണ്ട് ത്യജിച്ചിട്ട് ബാഹ്യമായി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ഭാഷ്യകാരൻ തിരുത്തിയാണ്. ഞാൻ തിരുത്തിയൊന്നും ധരിക്കരുത്. ഭാഷ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. വീണ്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പറയുന്നു. ശാസ്ത്രീയാണാം വാക്കായ കർമാണാം കാരണാനി മാനസാനി കർമാണി വർജയിത്വ അന്യാനി സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ ഇതിച്ച് വീണ്ടും ചോദിക്കുകയാണ്. ശാസ്ത്രീയ കർമ്മങ്ങൾ അത് പറയാമല്ലോ. ശാസ്ത്രീയ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. അത്തരം കർമ്മങ്ങൾ വാക്കായ കർമ്മമാണ്. ഇത്തരം കർമ്മങ്ങളുടെ കാരണാനി മാനസാനി കർമ്മമാണ്. അതിന് കാരണമായിരിക്കുന്ന മാനസിക സങ്കല്പങ്ങൾ അതിനെല്ലാം ഒഴിവാക്കും. അതിനെല്ലാം ഒഴിവാക്കിയിട്ട് ശാസ്ത്രീയമായ വാക്കായ കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, അതിന്റെ കാരണമായിരിക്കുന്ന മാനസിക കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി അതങ്ങ് വിട്ടയ്ക്കുക. വിട്ടിട്ട് അന്യാനി സർവകർമ്മമാണ്, ബാക്കിയുള്ള സർവകർമ്മങ്ങൾ, സാധാരണമായിട്ടുള്ള സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് ആസ്തേ. അതായത് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയായാലും സന്യാസം മാനസികമാണ് എന്ന് സമർത്ഥിക്കുകയാണ്. മനസ്സുകൊണ്ടുള്ള സന്യാസം, അതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ മാനസിക സന്യാസം എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ അസംഗത തുടങ്ങിയ ഭാവനയാണ് പറയുന്നത്. അത് സന്യാസമല്ല, അത് ആത്മസ്വരൂപ ചിന്തനമാണ്. ആത്മസ്വരൂപത്തെ ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ മനനം ചെയ്യണം. അത് സന്യാസമല്ല. കർമ്മങ്ങൾ
അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. അതിനകത്ത് തടസ്സമില്ല. ആത്മബോധത്തെ വളർത്തുന്നതിന് വേണ്ടി ഒരാൾ അനുഷ്ഠിക്കുന്ന ഒരു സാധനമാണ്. അതെല്ലാം സന്യാസത്തിന് സഹായിക്കും. മാനസികമായും ബാഹ്യമായുള്ള സന്യാസത്തിന് ഇത്ര ആത്മധ്യാനവും മറ്റും സഹായിക്കുമെങ്കിലും അതാണ് സന്യാസം എന്നല്ല ഇവിടെ പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് കർമ്മത്യാഗം തന്നെ. അത് മനസ്സുകൊണ്ടും പോകണം, ബാഹ്യമായും പോകണം. ആ കർമ്മത്യാഗവും ആത്മഭാവനയും രണ്ട് കാര്യങ്ങളാണ്. ആത്മഭാവനയിലും മനോവ്യാപാരം നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ശാസ്ത്രീയമായ കർമ്മങ്ങളുടെ എല്ലാം കാരണമായിരിക്കുന്ന മാനസിക കർമ്മങ്ങൾ അത് മാറ്റിവെക്കുക. അതങ്ങനെ നടന്നോട്ടെ നടക്കും. എന്നിട്ട് ബാക്കിയുള്ള സർവ്വകർമ്മങ്ങളും മനസ്സുകൊണ്ട് സന്യസിക്കുക. ബാക്കി ചെയ്തു വരുന്ന സാധാരണ കർമ്മങ്ങളെല്ലാം മനസ്സുകൊണ്ട് സന്യസിക്കുക എന്ന് പറഞ്ഞാലോ ഒന്നും ചെയ്താ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല എന്നർത്ഥം. നൈവ കുർവൻ എന്ന കാരയൻ അവിടെ തന്നെ പറയുന്നുണ്ട്. ആത്മാവൊന്നും ചെയ്യാതെയും ചെയ്യിപ്പിക്കാതെയും എന്നർത്ഥം. അപ്പൊ ഇവിടെ ചോദ്യം ചോദിക്കുന്നയാളിന് ഒരു കാരണവശാലും ഈ സന്യാസത്തെ കർമ്മത്യാഗത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ, അങ്ങനെ ഒന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഭാഷ്യകാരൻ പറയുന്ന ആ ക്രമം, കർമ്മം, കർമ്മസന്യാസം, പിന്നെ ജ്ഞാനം, കർമ്മം, കർമ്മയോഗം, കർമ്മസന്യാസം, ആ പറയുന്ന ക്രമങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ചോദിക്കുന്നത്. എന്താണ് അടുത്ത് ചോദിക്കുന്നത്? സർവകർമ്മ സന്യാസോയം ഭഗവതോക്തോ മനുഷ്യത എന്ന ജീവത. ഇത് പറയുന്നത് ജീവിച്ചിരിക്കെ സർവകർമ്മ സന്യാസം സാധ്യമല്ല, മരിച്ചവനാണെങ്കിലേ പറ്റും. അത് ഈ മരിക്കുന്നവനാണോ ഈ പറഞ്ഞിരിക്കുന്നത്? അമൃതദേഹത്തിലാണോ ഈ സർവകർമ്മ സന്യാസം വരുന്നത് എന്നാണ്. അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇതെങ്ങനെ സാധ്യമാവും സർവകർമ്മ സന്യാസം എന്നാണ് പറയുന്നത്. സർവകർമ്മ സന്യാസോയം ഭഗവതോക്തോ, ഭഗവാൻ പറഞ്ഞത് മനുഷ്യത. മരിച്ചവനെ സംബന്ധിച്ചാണോ? എന്നാ ജീവിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതുമല്ല. എന്തുകൊണ്ട്? നവദ്വാരേ പുരേദേഹി ആസ്ഥേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. നവദ്വാരങ്ങളോടുകൂടിയ പുരം ഈ ശരീരം. ഈ ശരീരത്തിൽ സന്യാസിയിരിക്കുന്നു എന്നാണ്. സർവത്തെയും സന്യസിച്ചവൻ ഈ ശരീരത്തിലിരിക്കുന്നു എന്നവിടെ ആത്മാവിന്റെ സ്വരൂപത്തെ നിർദ്ദേശിക്കണം. അപ്പോൾ ശരീരത്തിലിരിക്കെ തന്നെയാണ് സന്യാസം, അല്ല മരിച്ചതിന് ശേഷം. മൃതശരീരത്തിൽ കർമ്മമില്ല, അതുകൊണ്ട് അവിടെ സന്യാസം പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല. ജീവിച്ചിരിക്കെ ഇത് വിശേഷണ അനുഭവത്തെ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്താണ്? സന്യാസം അതിന്റെ പൂർണ്ണതയിൽ ഈ ശരീരത്തിലിരിക്കുന്ന ഒരുവന് തന്നെയാണ് സർവകർമ്മ സന്യാസം സംഭവിക്കുന്നത്. അത് ഏത് അവസ്ഥയിലെന്നുള്ളത് അടുത്ത്. പക്ഷെ ഈ ശരീരത്തിൽ തന്നെ അത് സംഭവിക്കണം. അത് വിശദീകരിക്കുന്ന ഹി സർവകർമ്മ സന്യാസേന മൃതസ്യ തദ്ദേഹേ ആസനം സംഭവിക്കും. ഈ സർവകർമ്മ സന്യാസിച്ചിട്ട് മരിച്ചവന് മരിച്ചു കഴിഞ്ഞ പിന്നെ ആ ജീവൻ ആ ശരീരത്തിൽ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഒരുവൻ മരിച്ചു കഴിഞ്ഞു പിന്നെ സർവകർമ്മവും സന്യസിച്ചിട്ട് ആ മൃതദേഹത്തിൽ പോയിരിക്കുക, അതവന് സാധ്യമല്ല. അതുകൊണ്ട് ഈ സർവകർമ്മ സന്യാസം, ആ സർവകർമ്മ സന്യാസത്തോടുകൂടി മൃതസ്യ മരിച്ചവന് തദ്ദേഹി ആ ദേഹത്തിലിരിക്കാൻ ആസനം എന്ന സംഭവം ഇരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ നവദ്വാരങ്ങളോടുകൂടിയ ഈ പുരത്തിൽ, ഈ ശരീരത്തിൽ സന്യാസി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശരീരത്തിനുള്ളിൽ ഈ ശരീരത്തോട് താതാത്മ്യപ്പെടാതെ ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന ആ ആത്മസ്വരൂപനായിരിക്കുന്ന ജീവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അകുർവതോ അകാരേതശ്ച ദേഹേ സന്യസിരി സംബന്ധ. ചെയ്യാതെയും ചെയ്യിപ്പിക്കാതെയും ദേഹത്തിൽ. അടുത്തൊരു ചോദ്യമാണത്. ഇത് ഇങ്ങനെയാകാം പേരുന്നാണ്. ഇപ്പൊ ഭഗവാന്റെയും മറ്റും പ്രവൃത്തി കണ്ടിട്ട് ചിലത് ഇങ്ങനെ സങ്കല്പിക്കാം. എങ്ങനെ? അകുർവതോ അകാരേതശ്ച ദേഹേ സന്യസ്യ. ഈ കർമ്മങ്ങളെല്ലാം ദേഹത്തിലേക്ക് വച്ചിട്ട്
കർമ്മങ്ങളുടെ സ്ഥാനം ആത്മാവിൽ നിന്ന് എടുത്തു മാറ്റി കർമ്മങ്ങളെല്ലാം ഈ ദേഹത്തിൽ ഉറപ്പിച്ചിട്ട് അകുർവതോ അകാരതേ ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല. ഭഗവാൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. ദേഹേ സന്യസി അങ്ങനെ അന്വയിക്കണം ആ ശ്ലോകം. അകുർവതോ അകാരദേശ ചെയ്യാതെയും ചെയ്യിക്കാതെയും ദേഹേ സന്യസി. ദേഹത്തിൽ ഇവിടെ സന്യാസം എന്ന് വെച്ചാൽ ദേഹത്തിൽ കർമ്മത്തെ വച്ചിട്ട് എന്നാണ്. അങ്ങനെ ഒരർത്ഥം പറഞ്ഞാലോ, ദേഹേ സന്യസ്യ ദേഹത്തിൽ വച്ചിട്ട് കർമ്മങ്ങളെല്ലാം ദേഹത്തിൽ അങ്ങോട്ട് വയ്ക്കുന്നു, എന്നിട്ട് തനാത്മസ്വരൂപനായി നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ, അങ്ങനെ പറയാം. എന്നാ ദേഹേ ആസ്ഥേ, അല്ലാതെ ഈ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്നു എന്നുള്ള അർത്ഥം എടുക്കരുത്. എടുക്കാതെ കർമ്മങ്ങളെല്ലാം ശരീരത്തിൽ വച്ചിട്ട് എന്നുള്ള അർത്ഥത്തെ എടുക്കണം. സിദ്ധാന്തി പറയുന്നത് എന്താണ്? ആത്മാവ് ശരീരത്തിലിരിക്കുന്നു, സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട്. ചോദ്യകർത്താവ് പറയുന്നത് എന്താണ്? അങ്ങനെ സർവകർമ്മങ്ങളെയും സന്യസിച്ചില്ല, ഈ സർവകർമ്മങ്ങളെയും ശരീരത്തിലേക്ക് വെച്ചു. എന്നിട്ട് എന്നർത്ഥം പറഞ്ഞാലോ, എന്നിട്ട് ദേഹത്തിൽ ആത്മാവിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, എന്നാ അത് ശരിയല്ല. സർവത്ര ആത്മനോ അവിക്രിയത്വ അവധാരണ. ആത്മാവിൽ വികാരമില്ല എന്നാണ് സർവത്ര ഇവിടെ പറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, എന്താണ്? ആസനക്രിയായാശ അധികരണ അപേക്ഷത്വ. ഇരിക്കുക എന്ന് പറയുന്നതിനൊരു സ്ഥലം വേണം. ഒരു വസ്തുവിന് ഇരിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. തദനപേക്ഷത്വച്ച സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തൊരു വസ്തുവിനെ വയ്ക്കുകയല്ല, മറിച്ച് അതിനെ ഒഴിവാക്കുകയാണ്. ശരീരത്തിൽ കർമ്മങ്ങളെ കൊണ്ട് വയ്ക്കുകയല്ല, മറിച്ച് ശരീരത്തിൽ നിന്നും കർമ്മങ്ങളെ ഒഴിവാക്കുകയാണ്. തദനപേക്ഷത്വച്ച സന്യാസം. സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു അധികരണത്തെ അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? സംപൂർവസ്തു ന്യാസ ശബ്ദോ അത്ര ത്യാഗാർത്ഥ നിക്ഷേപാർത്ഥം. സന്യാസം അതിന്റെ അർത്ഥത്തിന് വിപരീതമായ അർത്ഥത്തെ എടുക്കരുത്. സന്യാസത്തിനുള്ള ചോദ്യകർത്താവ് എന്താ അർത്ഥമാണ് പറഞ്ഞത്? കർമ്മങ്ങളെല്ലാം ശരീരത്തിൽ വയ്ക്കുക. അപ്പോൾ അതിനെ നിക്ഷേപിക്കുക എന്നുള്ള അർത്ഥം കൊടുക്കും, വയ്ക്കുക എന്നുള്ള അർത്ഥം കൊടുക്കും. അത് ശരിയല്ല. മറിച്ച് എന്താണ്? ത്യാഗം എന്നുള്ള അർത്ഥമാണ്, പരിപൂർണമായ ത്യാഗം. വാക്കായ കർമ്മങ്ങളുടെ എല്ലാം ത്യാഗമാണ്. സംപൂർവം. സം എന്ന് പറയുന്ന ഉപസർഗം പൂർവ്വത്തിലുള്ള ന്യാസം എന്ന് പറയുന്ന ശബ്ദം, അതാണ് സംന്യാസം. അത്ര ത്യാഗാർത്ഥ. ഇവിടെ ത്യാഗം എന്നുള്ള അർത്ഥമാണ്. അത്ര എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? ചില സ്ഥലങ്ങളിൽ സംന്യാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഒരിടത്ത് നസിക്കുക, വയ്ക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഈ ശബ്ദത്തിന്. അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. നസിക്കുക, വിന്യസിക്കുക എന്നൊക്കെ പറയുന്നത്, അതിനെ ക്രമീകരിക്കുക, അടുക്കുക, വയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. സംന്യാസം അതിന് ശരിയായ രീതിയിൽ വയ്ക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ കർമ്മങ്ങളെല്ലാം ശരീരത്തിൽ വെച്ചിട്ട് എന്നുള്ള അർത്ഥം ഇവിടെ സന്യാസത്തിന് എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നിക്ഷേപാർത്ഥം, ത്യാഗാർത്ഥം തന്നെ എടുക്കണം. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, എവിടെ നിന്ന്? ശരീരത്തിൽ നിന്നും വാക്കിൽ നിന്നും മനസ്സിൽ നിന്നുമെല്ലാം കർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് എന്ന് തന്നെ അർത്ഥം എടുക്കണം എന്നാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചിട്ട് പിന്നെ ശരീരം കൊണ്ട് ശരീരത്തിൽ കർമ്മങ്ങളെല്ലാം വച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. പിന്നെ അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം ഇത്രമാത്രമാണ്: മനസ്സുകൊണ്ട് ആത്മാവിന്റെ അസംഗതയെ ഭാവന ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും പ്രവർത്തിക്കുന്നു. അങ്ങനെ അതിനർത്ഥമാണ്. വിദ്വാനെ സംബന്ധിച്ച്, ജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ കർമ്മങ്ങൾ സംഭവിക്കുന്നില്ല. ഭാഷ്യകാരൻ നേരത്തെ പറഞ്ഞു, ബാഹ്യമായി കർമ്മങ്ങൾ കാണുന്നതോ അതിന് കർമ്മമായി ഗണിക്കേണ്ട കാര്യമില്ല. എന്നുള്ള കർമ്മമായി ഗണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. കർത്തൃത്വ ബോധമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മമായി പരിഗണിക്കാൻ പറ്റത്തില്ല. കർത്തൃത്വ ബോധത്തെ ആശ്രയിച്ചാണ് കർമ്മം നിൽക്കുന്നത്. ആ കർത്തൃത്വ ബോധം ഒരുവന് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി നടക്കുന്ന കർമ്മങ്ങൾ കർമ്മമല്ല. അതുകൊണ്ടാണ് ചില ചോദിക്കുന്നത്, നമ്മൾ കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കുക എന്നും മറ്റും.
അങ്ങനെ കർമ്മങ്ങളിൽ അകർമ്മത്തെ ദർശിച്ചുകൊണ്ട് കർമ്മം ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. കർമ്മത്തെ ത്യജിക്കണമോ? അങ്ങനെയും വരും. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, ആത്മാവിൽ കർമ്മങ്ങളില്ല എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ ത്യാഗത്തിന്റെ ആവശ്യമുണ്ടോ, സന്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇതെല്ലാം വശുകൊണ്ടാണ് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സുകൊണ്ട് കർമ്മങ്ങളെല്ലാം ത്യജിച്ചിട്ട് ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കാം. ഇങ്ങനെ ശരീരം, മനസ്സ്, ബുദ്ധി ഇതെല്ലാം പ്രവർത്തിക്കുന്നു, ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. ആ പറയുന്നതിൽ നിന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പ്രവൃത്തികൾ ശരീര മനോബുദ്ധികളും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർമ്മത്യാഗം വരുന്നില്ല, കർമ്മം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു അജ്ഞന്റെ കർമ്മവും ഒരു കർമ്മയോഗിയുടെ കർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട്. അജ്ഞന്റെ കർമ്മത്തിൽ എന്താണ്? കേവലം കർത്തൃത്വ ബുദ്ധിയോടുകൂടി അയാൾ കർമ്മം ചെയ്യുന്നു. അയാൾ ആത്മാഭാവന അയാളില്ല. അയാൾ അറിയുന്നില്ല വാസ്തവത്തിൽ ആത്മാവിൽ കർത്തൃത്വമില്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലാണ് കർത്തൃത്വം, ആത്മാവാണ് കർമ്മഫലം അനുഭവിക്കുന്ന എന്നുള്ള ദൃഢബുദ്ധിയോടുകൂടിയാണ് അയാൾ കർമ്മം ചെയ്യുന്നത്. കർമ്മയോഗിക്കാണെങ്കിലോ അയാൾക്കറിയാം തന്റെ അനുഭവം താൻ കർമ്മം ചെയ്യുന്നു എന്നാണ്, താൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നു എന്നാണ് അനുഭവം. അനുഭവം അങ്ങനെയാണെങ്കിലും പ്രത്യക്ഷാനുഭവമാണെങ്കിലും അത് വാസ്തവമല്ല. താൻ വാസ്തവത്തിൽ കർമ്മം ചെയ്യുന്നില്ല, താൻ വാസ്തവത്തിൽ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നുമില്ല, താൻ ആത്മസ്വരൂപനാണെന്ന് ഭാവന ചെയ്യുന്നു. ഇതാണ് ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിലുള്ള അകർമ്മ ദർശനം എന്ന് പറയുന്നത്. അയാൾ ആത്മസ്വരൂപത്തെ കാണുന്നു, ഭാവന ചെയ്യുന്നു. അതിനർത്ഥം അയാളുടെ ശരീരത്തിലും മനസ്സിലും ഒന്നും കർമ്മങ്ങളില്ലെന്നല്ല. അതുകൊണ്ടാണ് അയാളുടെ കർമ്മയോഗി എന്ന് വിളിക്കുന്നത്. കർമ്മം ഉണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ളവന് പിന്നെ കർമ്മത്യാഗത്തിന്റെ ആവശ്യമുണ്ടോ, ബാഹ്യമായി കർമ്മം ത്യജിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്. കാരണം ബാഹ്യമായ കർമ്മത്യാഗം കർമ്മയോഗിക്കും ആവശ്യമാണ്. അയാൾ എന്ത് ചെയ്യുന്നു? കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ത്യജിക്കുന്നു. ആണോ അവിടെ കർമ്മയോഗിയിലുള്ള കർമ്മത്യാഗം? കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളാണ് അയാൾ അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധാരണ കർമ്മങ്ങളെയാണ് അയാൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങളിൽ കാമ്യത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ കർമ്മയോഗിയല്ല. താൻ ചെയ്യുന്ന കർമ്മത്തിൽ കാമന വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ അജ്ഞനാണ്. അയാളെ പിന്നെ കർമ്മയോഗിയായി ഗണിക്കാൻ പറ്റത്തില്ല. കർമ്മയോഗി എന്ന് പറയുമ്പോൾ കർമ്മയോഗിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും അയാൾ ഒന്നിച്ചിരിക്കുന്നു. അപ്പൊ കർമ്മയോഗിയിലും കർമ്മത്യാഗമുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? ബാഹ്യമായി ത്യജിക്കുന്നു കർമ്മത്തെ. കർമ്മയോഗിയും മാനസികമായി ത്യജിച്ചാൽ പോരാ, ബാഹ്യമായി തന്നെ ത്യജിക്കുന്നു. മാനസികമായി ത്യജിക്കുമ്പോൾ ബാഹ്യമായ ത്യാഗവും വരും. എന്തിനാ? കാമ്യകർമ്മങ്ങളെ ത്യജിക്കുന്നു, നിഷിദ്ധ കർമ്മങ്ങളെ ത്യജിക്കുന്നു. വൈദികമായി പറയുമ്പോൾ അവിടെ യാഗാദി കർമ്മങ്ങളെ, സ്വർഗാദി ഫലങ്ങളെ കൊടുക്കുന്നതിനെ ത്യജിക്കുന്നു. യാഗത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ത്യജിക്കുന്നു. എന്നിട്ട് അയാൾ കർത്തൃത്വ ബുദ്ധിയിരിക്കുന്നു. അതുകൊണ്ട് അയാൾ നിത്യ നൈമിത്യ കർമ്മങ്ങളെ ചെയ്യുന്നു. പിന്നീട് അതും ഉപേക്ഷിക്കുന്നു. എന്തായാലും അയാൾക്ക് ചെയ്യാൻ കർമ്മം എന്തെങ്കിലും വേണമല്ലോ. കർമ്മയോഗിയാവണമെങ്കിൽ കർമ്മം വേണം. അപ്പോൾ വൈദികമായ ഒരു കർമ്മയോഗി എന്ന് പറയുമ്പോൾ കാമ്യനിഷിദ്ധങ്ങളെ ഉപേക്ഷിച്ചിട്ട് നിത്യ നൈമിത്യ കർമ്മങ്ങളെ ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ അയാൾക്ക് കാമന വരാൻ പാടില്ല. കാമന വന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ കർമ്മയോഗിയായിട്ട് ഗണിക്കാൻ പറ്റത്തില്ല. അഹന്ത വരാൻ പാടില്ല, വന്നാൽ അയാൾ കർമ്മയോഗിയല്ല. രാഗദ്വേഷങ്ങൾ വരാൻ പാടില്ല. അതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അയാൾ കർമ്മയോഗി അല്ലാതാവും. വീണ്ടും അജ്ഞന്റെ കർമ്മമായി തീരും അയാൾ. അപ്പോ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അകർമ്മത്തിൽ കർമ്മദർശനം എന്ന് പറയുന്നത് ബാഹ്യമായ കർമ്മത്യാഗമല്ല. ബാഹ്യമായ അവിടെ കർമ്മം നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ കർമ്മത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട്.
ഒരു അജ്ഞന്റെ കർമ്മം പോലെ അല്ല അയാളുടെ കർമ്മം. ആ നിയന്ത്രണം വരുന്നത് എന്തുകൊണ്ട്? കാമ്യ നിഷിദ്ധ കാര്യങ്ങളെ എല്ലാം അയാൾ ഉപേക്ഷിച്ചിട്ട്. എന്നുവെച്ചാൽ അയാൾ സദാചാര നിഷ്ഠനായിരിക്കുന്നു. ദുരാചാര പ്രവൃത്തികളിലൊന്നും അയാൾ ഏർപ്പെടാൻ പാടില്ല. ദുരാചാരങ്ങൾ ചെയ്തിട്ട് അയാൾ പറയുന്നത് ഞാൻ അസംഗനാണ്, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മയോഗമല്ല. അതിന് കർമ്മയോഗം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ കർമ്മയോഗി കർമ്മത്തിൽ അകർമ്മത്തെ ദർശിച്ച് കർമ്മം ചെയ്യുമ്പോൾ അയാളിൽ കർമ്മത്യാഗം സംഭവിക്കുന്നില്ല. ആ കർമ്മയോഗി ഒരു തരത്തിൽ കർമ്മത്തെ തേച്ചതുകൊണ്ടാണ്, കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ തേച്ചതുകൊണ്ട് കർമ്മസന്യാസം വന്നു. കർമ്മയോഗം അനുഷ്ഠിക്കുന്നതുകൊണ്ട് അയാളിൽ സർവകർമ്മ സന്യാസം വന്നില്ല. സർവകർമ്മ സന്യാസത്തിന് വേണ്ടി അയാൾ യത്നിക്കുന്നുണ്ട്. സർവകർമ്മ സന്യാസത്തിന് ചിത്തശുദ്ധി വരണം. അതിനുവേണ്ടി അയാൾ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു. ഇതിന്റെ എല്ലാം വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതെല്ലാം വ്യക്തമായി പറയുന്നു. ആചാര്യസ്വാമികൾ ഇതിനെല്ലാം വളരെ വ്യക്തമായി തന്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഏത് തലത്തിൽ ആർക്ക് എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു കർമ്മയോഗിക്കും ബാഹ്യമായ സന്യാസം വേണം. അയാൾക്കും ത്യജിക്കേണ്ടതായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ കർമ്മവും എടുത്ത് കർമ്മയോഗമായി ചെയ്യാൻ പറ്റത്തില്ല. സ്വധർമ്മം എന്ന് പറയുന്നിടത്ത് തന്നെ അത് കർമ്മയോഗമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ത്യാജ്യമായ കർമ്മങ്ങളെല്ലാം ത്യജിച്ച് ബാക്കി ശേഷിക്കുന്നതാണ് സ്വധർമ്മം. അങ്ങനെയുള്ള സ്വധർമ്മങ്ങൾ കാമന കൂടാതെ അഹന്താത്യാഗത്തോടുകൂടി ഈശ്വരാർപ്പണമായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും അയാൾ ആത്മഭാവനയും മറ്റും ചെയ്യുമ്പോഴും അയാളെ രൂഢമൂലമായിരിക്കുകയാണ് കർത്തൃത്വ ബുദ്ധി. അത് ശിഥിലമാകണം, അത് ദുർബലപ്പെടണം. അത് കർമ്മയോഗ അഭ്യാസത്തിലൂടെ ചിത്തശുദ്ധി കൈവരിക്കുമ്പോൾ ഇത് ശിഥിലമായി വരും. അങ്ങനെ വരുമ്പോൾ അയാളിൽ നിന്ന് ആ കർമ്മങ്ങൾ ഒഴിഞ്ഞു. ആ കർമ്മങ്ങളെ വേണമെങ്കിൽ അയാൾക്ക് വേണ്ടെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ആ കർമ്മങ്ങളെ അയാൾക്ക് വേണമെങ്കിൽ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. രണ്ടുമാകാം. ചിലരത് വേണ്ടെന്ന് വയ്ക്കുന്നു, ചിലരത് തുടർന്നു കൊണ്ടുപോകും. രണ്ടുമാകാം. കാമ്യനിഷിദ്ധ കർമ്മങ്ങളെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന കർമ്മങ്ങളെ ചിലർ അനുഷ്ഠിക്കുന്നു, ചിലർ ഒഴിവാക്കുന്നു. രണ്ടുമാകാം. ഒഴിവാക്കിയാൽ അവിടെ എന്ത് വരുന്നു? സർവകർമ്മസന്യാസം ബാഹ്യമായും പൂർത്തിയായി. ചിലരെന്ത് ചെയ്യുന്നു? അത് തുടർന്നു കൊണ്ടുപോകും. മഹാത്മാക്കൾ ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കർമ്മസന്യാസം, കർമ്മയോഗം, അജ്ഞാനം കൊണ്ടുള്ള കർമാനുഷ്ഠാനം, ഇതെല്ലാം ഏത് വ്യക്തികളിൽ ഏത് രീതിയിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതിൽ ആശയക്കുഴപ്പങ്ങൾ വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾക്ക് കർമ്മയോഗമെന്ന് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനുള്ള കാമ്യ നിഷിദ്ധ ഭാഗങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അത് കർമ്മത്തിനൊരു വലിയ ദോഷമാണ്. കർമ്മം ത്യജിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കർമ്മം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ട്? ഒരുവന് ചിത്തശുദ്ധി യോഗ്യതയില്ലാതെ കർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ ഒരു അപകടം. കർമ്മത്യാഗത്തിന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അയാൾക്ക് അതിനുള്ള പക്വത വരാതെ അയാൾക്ക് ആ കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ കർമ്മം ചെയ്യാൻ അയാൾ നിർബന്ധിതനാണ്. എന്തുകൊണ്ട്? അയാൾ കർത്തൃത്വ ബുദ്ധിയിരിക്കുന്നു. കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ കാര്യാകാര്യങ്ങളെ വിവേചനം ചെയ്ത് അയാൾക്ക് കർമ്മം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അയാളുടെ കാര്യാകാര്യ വിവേചനം നഷ്ടപ്പെട്ട അയാൾ അകാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അയാൾ പതിതനായിത്തീരുന്നു. പിന്നെ അയാൾ കർമ്മയോഗിയല്ല. അതുവരെ ചെയ്തത് തൽക്കാലം പ്രയോജനപ്പെടാതെ പോകും. ഭഗവാൻ പറയും സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോ ഭയാ. കർമ്മയോഗത്തിന്റെ സന്ദർഭത്തിൽ തന്നെ പറയും
നിങ്ങളിതിന് കുറച്ചെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പറയുമെങ്കിലും തൽക്കാലം നരകമാണ് ഫലം. അതിൽ നിന്ന് വ്യതിചരിച്ചു കഴിഞ്ഞാൽ അത് ഈ കർമ്മത്തിന്റെ ഒരു ദോഷമാണത്. നമ്മൾ ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ വിടാൻ പറ്റത്തില്ല. കർത്തൃത്വ ബുദ്ധി ഇരിക്കെ നമ്മുടെ ഇച്ഛയനുസരിച്ച് കർമ്മം വേണ്ട എന്ന് വയ്ക്കാൻ പറ്റത്തില്ല. കർമ്മയോഗി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കർത്തവ്യമാണ്, സ്വധർമ്മമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർത്തൃത്വ ബുദ്ധിയോടുകൂടി സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ അയാളുടെ വിവേകം നഷ്ടപ്പെട്ടതുകൊണ്ടോ അജ്ഞാനം കൊണ്ടോ ആലസ്യം കൊണ്ടോ അയാൾ ആ കർമ്മത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അയാളിലിരിക്കുന്ന കർമ്മപ്രേരണ അയാളെ കർമ്മത്തെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അകാര്യത്തിലേക്ക് പോകും, അധർമ്മത്തിലേക്ക് പോകും, ദുഷ്കർമ്മങ്ങളിലേക്ക് പോകും ശ്രദ്ധ. അപ്പം നിഷിദ്ധമായ കർമാചരണത്തിലേക്ക് പോകും. അപ്പോൾ അത് കർമ്മയോഗിയുടെ പതനമായി തീരും. തൽക്കാലം അയാൾ പതിച്ചു പോകും. മുമ്പ് ചെയ്ത അയാളെ പിന്നീട് സഹായിച്ചു എന്ന് വരാം. യോഗഭ്രഷ്ടൻ എന്നും മറ്റും പറയുന്നുണ്ടല്ലോ, അത്തരം ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കർമ്മത്തെ അങ്ങനെ ത്യജിക്കാൻ കഴിയത്തില്ല കർമ്മയോഗി. പിന്നെ ആ കർമ്മത്തിൽ വരുന്ന മറ്റൊരു അപകടം എന്ന് പറയുന്നത്, ഒരാൾ കർമ്മത്തെ യോഗമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയാളെ അതിനെ പ്രേരിപ്പിക്കുന്നത് ഈ കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ്. അറിവെന്ന് പറയുന്ന ഒരു മാനസിക വൃത്തിയാണ്. പണ്ട് സംഭവിച്ച ഇതാണ്. ഇതിന്റെ തുടക്കത്തിൽ ഭാഷകാരൻ പറഞ്ഞു, എന്താണോ കാമോദ്ഭവ. മനുഷ്യനിത് നല്ല രീതിയിൽ തന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത്. വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം ഇതെല്ലാം കർശനമായി അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കാമോദ്ഭവ, കാമം വന്നു. അപ്പോൾ കർമ്മയോഗത്തിൽ നിൽക്കുന്നവർക്ക് വരുന്ന ഏറ്റവും വലിയൊരു അപകടം അതാണ് കാമോദ്ഭവം. അത് സംഭവിക്കും. കർമ്മഭ്രാന്ത് വരും. കർമ്മത്തിൽ മാത്രം ശ്രദ്ധ വരും. കർമ്മത്തിൽ നിന്ന് യോഗം നഷ്ടപ്പെട്ടു പോകും. അതിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് കർമ്മയോഗത്തിൽ. നമ്മൾ കർമ്മയോഗമായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നതെന്ന് കേവലം ഒരു അഭിമാനം മാത്രം നിലനിൽക്കും. ഫലത്തിൽ എന്തുവരും? ആ കർമ്മം രാഗദ്വേഷങ്ങളെയും മറ്റും ഉണ്ടാകും. രാഗദ്വേഷങ്ങളുണ്ടാകും. കർമ്മലോലുപത്വം എന്ന് പറയും. കർമ്മത്തിൽ ദുരാഗ്രഹം വരും. ഈ പറയുന്ന യോഗമൊക്കെ നഷ്ടപ്പെട്ടു, ഈ പറയുന്ന സമത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ കർമ്മം തന്നെ അവനെ നശിപ്പിക്കും. കർമ്മം തന്നെ കർമ്മയോഗിയെ നശിപ്പിക്കും. ആ കർമ്മത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു അപകടമാണ്. കർമ്മത്തിൽ അവൻ മുഴുകിപ്പോവും, ബാക്കിയെല്ലാം വിസ്മരിച്ചു പോകും. അത് കർമ്മത്തിൽ എപ്പോഴും അപകടം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ബാക്കി ഈ കർമ്മത്തിന്റെ പിന്നിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന തത്വങ്ങൾ, കർമ്മത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ടതായി നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ തത്വങ്ങളെല്ലാം മറന്നിട്ട് ആ കർമ്മഭ്രാന്തിൽ അവനാകപ്പെടും. കർമ്മത്തിലങ്ങ് മുഴുകും. അതിനാൽ ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെടും. കർമ്മത്തിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ച് പതിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആധ്യാത്മിക രുചി കുറഞ്ഞു കുറഞ്ഞു വരും. കർമ്മത്തിൽ കൂടുതൽ താല്പര്യം വന്നും വരും. കർമ്മത്തിൽ താല്പര്യം ഏറി വരും. അപ്പോൾ ആ കർമ്മത്തോട് കാമോദ്ഭവം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ അതാണ്. ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതിൽ താല്പര്യം വരുന്നത്? ധനത്തിലും കാമിനി കാഞ്ചനങ്ങളിലും എല്ലാം താല്പര്യം. അങ്ങനെ വരുമ്പോൾ അത് സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും ഒക്കെ നശിച്ചു പോകും, അധപ്പതിച്ചു പോകും. അങ്ങനെയാണ് ഈ പ്രസ്ഥാനങ്ങൾ നശിച്ചു പോകും. അങ്ങനെ ഒരു വലിയ അപകടം ഈ കർമ്മത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കർമ്മയോഗിയെ അധപ്പതിപ്പിക്കും. അതിന് വളരെ ജാഗരൂകനായി ശ്രദ്ധാലുവായിരിക്കുന്നവന് മാത്രമേ കർമ്മയോഗത്തിലൂടെ രക്ഷപ്പെടാൻ പറ്റൂ. അല്ല, നമ്മളിപ്പോൾ കരുതുന്നത് ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിച്ചു ആശ്രമത്തിൽ വരുന്നു, പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രവൃത്തി ചെയ്യുന്നു. ആശ്രമമായാലും വീടായാലും എല്ലാം കണക്ക് തന്നെ. വീട്ടിലാകുമ്പോൾ ചിലപ്പോൾ ഇതിനും കുറച്ചുകൂടി സ്വസ്ഥത കാണുമെന്ന് പലർക്കും ആശ്രമത്തിൽ വന്നതിന് ശേഷം തോന്നും. അപ്പോൾ അവിടെയെല്ലാം എന്ത് വരുന്നു? ആ കർമ്മം
പലപ്പോഴും കർമ്മയോഗമായിട്ടായിരിക്കില്ല നടക്കുന്നത്. കർമ്മം വാസ്തവത്തിൽ അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കർമ്മവാസനകൾ പെരുക്കുന്നതിന് ചിലപ്പോൾ അത് കാരണമായി തീരും. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പലരും പറയാറുണ്ട്, ആ വന്ന സമയത്തുള്ള ആവേശവും ഇതൊക്കെ പോയി, ആശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധ, വിശ്വാസം, താല്പര്യം അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതൊരു സമൂഹത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമൂഹത്തെ നശിപ്പിക്കും. അങ്ങനെ വരാനുള്ള ഒരു പതിക്കുന്നതിനുള്ള ഒരു സാധ്യത എവിടെയുണ്ട്. ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് കർമ്മത്തിൽ താല്പര്യം കൂടി വരും. ബാക്കി അതിനോടനുബന്ധിയായി വരുന്ന എല്ലാ കാര്യങ്ങളും താല്പര്യം കുറഞ്ഞു വരും. ഉത്സാഹികളായി കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നല്ലതാണല്ലോ, ആത്മാർത്ഥമായി ഒരു പണിയെടുക്കുന്നുണ്ടല്ലോ, അവരെ അഭിനന്ദിക്കും. പക്ഷേ വാസ്തവത്തിൽ അവൻ നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നിനും താല്പര്യം വരത്തില്ല. സത്സംഗത്തിനോട് താല്പര്യം വരത്തില്ല. ജപധ്യാനാദികളുടെ താല്പര്യം വരത്തില്ല. കൂടുതൽ സമയം കർമ്മത്തിലേക്ക് മുഴുകിപ്പോവും. കർമ്മയോഗത്തിൽ നിൽക്കുന്നവരും ഇത്തരം കാര്യങ്ങൾ ജപധ്യാനാദികൾക്കും ആത്മചിന്തനത്തിനും ഭാവനയ്ക്കുമുള്ള സമയം ഇതിനിടയ്ക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താതെ കർമ്മത്തിലേക്ക് മുഴുകിപ്പോയി കഴിഞ്ഞാൽ, ലോകം നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അവനവനെ നശിപ്പിച്ചിട്ട് ലോകം നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപകടത്തിൽ കലാശിക്കും. ഇത് കർമ്മയോഗത്തിന്റെ ഒരു അപകടമാണ്. എപ്പോൾ സംഭവിക്കാമെന്നുള്ള ഒരു ച്യുതി, അപച്യുതി ഈ കർമ്മത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സെപ്പോഴും സത്സംഗത്തിലും മറ്റും നിലനിൽക്കണം. മനസ്സിലെപ്പോഴും ആധ്യാത്മികമായ ഒരു രുചി നിലനിർത്തണം. ഇല്ലെങ്കിൽ ക്രമേണ അത് നശിച്ചു. നമ്മുടെ പഴയൊരു പാട്ടിൽ പറയും, മായാമയമീ പ്രപഞ്ചകാര്യങ്ങളിൽ പേയായി വലഞ്ഞു പോകാതിരുന്നിടണം. ഒരു വായിച്ചിരിക്കും. ഈ പ്രപഞ്ചകാര്യങ്ങൾ എന്തായാലും മായാമയമാണ്. കർമ്മമായിക്കൊള്ളട്ടെ, കർമ്മയോഗമായിക്കൊള്ളട്ടെ, അതിൽ പേയായി വലഞ്ഞു പോകാതിരുന്നിടണം. അതിൽ പേ പിടിച്ച് വലഞ്ഞു പോകരുത്. അതിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ കർമ്മയോഗം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ചിലപ്പം പേ പിടിച്ചുള്ള പോക്കായിരിക്കും, പേ പട്ടിയെ പോലെ. അത് കടിച്ച് മറ്റുള്ളവരും കൊല്ലും, അവസാനം തനിയും ചാവും. അതുപോലെ ലോകസംഗ്രഹം എന്ന് പറഞ്ഞ് ഇറങ്ങി പ്രവർത്തിച്ച അവസാനം സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരരുത്. അതും പറയുന്നു കർമ്മയോഗം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ക്ഷുരസ്യധാര നിശിത ദുരത്തിയ എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നു. കത്തിയുടെ വായ്ത്തലയിൽ നടക്കുന്നത് പോലെ ഇത് വളരെ അഭ്യാസം ആവശ്യമുള്ളതാണ്, അപകടം പിടിച്ചതുമാണ്. അത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ സദാബോധവാന്മാരായി ജാഗരൂകന്മാരായി പറയുന്നു. ശ്രദ്ധയാ ലഭതേ. ആ ശ്രദ്ധ എപ്പോഴും വേണം. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മനസ്സ് നിരന്തരം സത്സംഗത്തിലിരിക്കണം. മനസ്സിന് നിരന്തരം ജാഗരൂകത വേണം. മനസ്സിന് നിരന്തരം ശ്രദ്ധ വേണം. മനസ്സിന് നിരന്തരം ഭക്തി, വിശ്വാസം ഇതെല്ലാം മനസ്സിൽ നിരന്തരം നിലനിർത്തിയാലേ ഒരാൾക്ക് കർമ്മയോഗത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ മനസ്സിൽ രാഗദ്വേഷങ്ങൾ വർദ്ധിച്ചു വരും. കർമ്മം കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകും. ഒരുവൻ അസ്വസ്ഥമാകുമ്പോൾ സമീപത്തുള്ള മറ്റുള്ളവരെ അസ്വസ്ഥരാക്കും. എല്ലാവരും കൂടി അസ്വസ്ഥരാകുമ്പോൾ അത് കൂട്ടയടിയായി തീരും. അത് കർമ്മയോഗികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? തസ്മാത്. അതുകൊണ്ട് ഗീതാശാസ്ത്രത്തിൽ ആത്മജ്ഞാനവത സന്യാസ ഏവ അധികാര. ആത്മജ്ഞാനിക്ക് സന്യാസത്തിൽ തന്നെയാണ് അധികാരം. ന കർമ്മണി. ആത്മജ്ഞാനിയെ വീണ്ടും കാമ്യകർമ്മങ്ങളിൽ, നിഷിദ്ധ കർമ്മങ്ങളിൽ അയാൾ വീണ്ടും ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള കർമ്മത്തിൽ അയാളെ വീണ്ടും പ്രവർത്തിപ്പിക്കണം എന്ന് ഒരു വേദത്തിനും അനുശാസിക്കാൻ അവകാശമില്ല. അവിടെ ഇന്നും വേദാനുശാസനം നിൽക്കുന്നില്ല. വേദമൊന്നും അവർക്ക് പ്രമാണമല്ല. വേദത്തിന് അവർ പ്രമാണമാണ്. ജ്ഞാനി, മുക്തൻ
പിന്നെ അവർക്ക് വേദം നോക്കി അവർ പ്രവർത്തിക്കുന്നവരല്ല. വേദം അവരെ നോക്കി വേണം പ്രവർത്തിക്കാൻ എന്നാണ്. ഇത് തത്ര ഉപരിഷ്ടാത് ആത്മജ്ഞാനപ്രകരണേ ദർശയിഷ്യാമ. ഇനിയും ഇതിന്റെ സന്ദർഭം വരെ ഇതിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഉപരിഷ്ടാത് ഇനി വരുന്ന ഭാഗങ്ങളിൽ ആത്മജ്ഞാനപ്രകരണത്തിൽ ദർശയിഷ്യാമ, ഇതിനെ ഞാൻ വീണ്ടും വിശദീകരിച്ചു തരാം എന്നർത്ഥം. നമ്മുടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സപ്രമാണമാണ്. പ്രമാണത്തോടുകൂടി പറയുകയാണ്, വെറും തന്റെ കൽപ്പനയല്ല എന്നർത്ഥം. അതിനെല്ലാം ഗീതയിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അതാത് ഭാഗങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കർമ്മയോഗം, സന്യാസം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഭാഷ്യകാരന്റെ അഭിപ്രായം നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റ് പുസ്തകത്തിൽ അവിടെ പറഞ്ഞു, ഇതിവിടെ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ആചാര്യന്മാർക്കും ഇതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഗീതയിൽ നിന്ന് ആചാര്യസ്വാമി ശങ്കരാചാര്യ അദ്ദേഹം എന്ത് പറയുന്നു, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്ക് വരാം. 21ാമത്തെ ശ്ലോകം. വേദ അവിനാശിനം നിത്യം യഹ ഏനം അജം അമ്പ്യം. യഹ ഉടൻ തുടങ്ങും. ഏതൊരുവനാണോ ഏനം ഈ ആത്മാവിനെ അജം അജനായും അമ്പിയം അമ്പിയനായും ജനിക്കാത്തവനായും ലയം ഇല്ലാത്തവനായും നിത്യം നിത്യനായും അനാശിനം അനാശിയായും. ഇതിന്റെ കടുത്ത വ്യത്യാസം നേരത്തെ ഭാഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. വേദ അറിയുന്നത്. പാർത്ഥ അല്ലയോ പാർത്ഥ, സപുരുഷ പുരുഷൻ കഥം എങ്ങനെ, കം ഖാദയതി കം ഹന്തി, കം ഹന്തി ആരെ കൊല്ലും, കം ഖാദയതി ആരെ കൊല്ലിക്കും. എന്നുവെച്ചാൽ ഒരു ചോദ്യമല്ല ഇത്. ഭാഷ്യകാരൻ പറഞ്ഞു കം ഹന്തി ആരെയും കൊല്ലുന്നില്ല, കഥം കം ഖാദയതി ആരെയും കൊല്ലിക്കുന്നില്ല എന്നർത്ഥം മനസ്സിലാക്കണം. ഒരു സംശയരൂപത്തിലുള്ള ചോദ്യമല്ല. കഥം എന്ന് പറയുന്നത് നാ എന്നുള്ള അർത്ഥത്തിലാണ്, നിഷേധാർത്ഥത്തിലാണ്. അത് കൊല്ലുന്നുമില്ല കൊല്ലിക്കുന്നുമില്ല. ഇത് മറ്റുള്ളവരോട് പറയില്ല, അർജുനനോട് തന്നെ പറയുകയാണ്. അർജുനൻ കരുതുന്നു ഞാൻ കൊല്ലുന്നു, പറയും നീ കൊല്ലുന്നില്ല. ഭഗവാൻ എന്നെ കൊണ്ട് കൊല്ലിക്കുന്നു, കൊല്ലിക്കുന്നില്ല. ഈ കൊല്ലിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യാവഹാരികമായ തലത്തിലല്ല, മറിച്ച് ആത്മതലത്തിൽ പറയുകയാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. വ്യാവഹാരികമായ തലത്തിൽ നമുക്ക് കൊല്ലിക്കുന്നു എന്ന് പറയേണ്ടി വരും. കർമ്മത്തിന് പ്രേരണ കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം അർജുനൻ എന്ത് ചെയ്യുന്നു? കർമ്മത്തെ ഉപേക്ഷിക്കാൻ. കൊല എന്നുണ്ടെടുക്കേണ്ട സ്വധർമ്മം, അതിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അർജുനന്റെ സ്വധർമ്മം ക്ഷത്രിയന് യുദ്ധം നിത്യകർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്മൃതികൾ. അത് കാമ്യവും നിഷിദ്ധവുമല്ല. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അത് നിത്യകർമ്മമാണ്. നിത്യകർമ്മമാണ് കർമ്മയോഗി ചെയ്യേണ്ടത്. അപ്പോ അത്തരമൊരു കർമ്മത്തെ അർജുനൻ വ്യാവഹാരികമായി തന്നെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക. ഉപേക്ഷിച്ച് കഴിഞ്ഞു. വീണ്ടും ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ സ്വധർമ്മത്തെ ചെയ്യിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. വ്യാവഹാരികമായ തരത്തിൽ ആ പ്രേരണയുണ്ട് ശക്തമായിട്ട്. ഇത് മാത്രമല്ല, ഇനി മഹാഭാരതം ഒന്നെടുത്ത് വായിച്ചു നോക്കണം. മഹാഭാരതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഭഗവാൻ അർജുനനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്നുണ്ട്. അർജുനൻ മടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും കൊല്ലട എന്നാ പറയുന്നത്, അവന്റെ കഴുത്ത് പെട്ടെന്ന് പറയുന്നു. യാതൊരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ അതിനുവേണ്ടിയിട്ട് പല കള്ളത്തരങ്ങളും ചെയ്യുന്നുണ്ട്.
അവസാനം ചോദിക്കും, അർജുനൻ ചോദിക്കും, എന്നാലും ഭഗവാനെ ഇതൊക്കെ ശരിയാണോ? ഇത് ഭഗവാന് ചേർന്ന പണിയാണോ? എന്തെല്ലാം കള്ളത്തരങ്ങളാ ഇതിനിടയ്ക്ക് ചെയ്തു? ഭീഷ്മര്, ദ്രോണര്, കർണൻ, ഇവരെയൊക്കെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്തെല്ലാം ആണ് ചെയ്യിച്ചത്? അങ്ങനത്തൊക്കെ കള്ളത്തരങ്ങളെന്ന് തന്നെ പറയും ചെയ്തു. അപ്പം പറയും, എടോ ഇതൊന്നും ഇല്ല, യുദ്ധം ജയിക്കാൻ ഒക്കത്തില്ല. യുദ്ധത്തിന് ഇറങ്ങിയോ ജയിക്കണമെങ്കിൽ കുറെ കള്ളത്തരങ്ങളും വേണം. അല്ലെങ്കിൽ പിന്നെ എന്തൊന്നും യുദ്ധം? ഭഗവാൻ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്, അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലിരിക്കും എന്ന് പറയും. പലരെ കൊല്ലുന്ന സന്ദർഭങ്ങൾ, ദ്രോണരെ അർജുനനല്ല കൊന്നത്. ആ സന്ദർഭം ഉണ്ടാക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും അർജുനൻ ഏതെല്ലാം സമയത്ത് തളരുന്നു, അർജുനൻ ഇത് കഴിഞ്ഞിട്ട് യുദ്ധം വേണ്ടെന്ന് വയ്ക്കും. അതേ സന്ദർഭത്തിലാണ് ഏതൊരു സന്ദർഭത്തിൽ ദ്രോണരെ കൊന്നുകഴിഞ്ഞു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കൊല്ലുന്ന കാണുമ്പോൾ അർജുനൻ അതൊട്ട് സഹിക്കത്തില്ല. കാരണം ദ്രോണര് ആയുധം ഉപേക്ഷിച്ച് രഥത്തിൽ പത്മാസനത്തിലിരുന്ന് ശരീരത്യാഗം ചെയ്തതിന് ശേഷമാണ് ദൃഷ്ടദ്യുമ്നൻ വന്ന് തലമുടിക്ക് പിടിച്ച് വാളുകൊണ്ട് കഴുത്ത് കൊട്ടുന്നത്. ഇത് കാണുമ്പോൾ അർജുനന് സഹിക്കത്തില്ല. വീണ്ടും ഇതുപോലെ ഒരവസ്ഥയിലേക്ക്. ഇനി ഗുരുവിനെ കൊന്നുകഴിഞ്ഞു, അദ്ദേഹം ബ്രാഹ്മണനാണ്, ഗുരുവാണ്, അങ്ങനെയുള്ള ഒരാളിനെ ഇത്രയും നീചമായ രീതിയിൽ കൊന്നു. അപ്പോൾ അർജുനൻ പറയും കൊല്ലരുതെന്ന് പറയും, എന്നിട്ടും കേൾക്കത്തില്ല ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ പറയും ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത് എന്ന്. പിന്നെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കൊല്ലാതിരിക്കാൻ പറ്റും? ആര് പറഞ്ഞാൽ കൊല്ലാതിരിക്കാൻ പറ്റും? ഭഗവാൻ പറഞ്ഞാലും എനിക്ക് കൊന്നേ പറ്റും. ഞാൻ ജനിച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. കൊല്ലും. അത്തരം കൊലയെ അർജുനന് അംഗീകരിക്കാൻ പറയും. ഇനിയെങ്കിലും ഇത് മതിയാക്കുന്നതാണ് നല്ലത്. ആ സന്ദർഭത്തിലും ഭഗവാൻ പറയും അല്ലല്ല, കൊന്നേ പറ്റും. കർണനെ കൊല്ലുന്ന സമയത്ത് കർണന്റെ രഥം ഭൂമി താന്നു പോകുമ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? കൊല്ലാനല്ല പറയുന്നത്, അവന്റെ കഴുത്ത് വെട്ടെന്നാണ് പറയുന്നത്. ഇതാ പറ്റിയ സന്ദർഭം. അവൻ തിരിച്ച് രഥത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. അവൻ പറയും ഈ മഹാരഥന്മാരെ ആരെയും നിന്നെ കൊണ്ട് നീ വിചാരിച്ചാൽ കൊല്ലാൻ പറ്റിയവരല്ല. ഭീഷ്മരെയോ ദ്രോണരെയോ കർണരെയോ മരണം വരെ യുദ്ധം ചെയ്താലും ഇവരാരും മരിക്കത്തില്ല. ദ്രോണർക്കും മരിക്കുമ്പോൾ 400 വയസ്സുണ്ടെന്നാണ് പറയുന്നത് മഹാഭാരതത്തിൽ. ഈ 400 വയസ്സുള്ള വൃദ്ധനെ പോലും നിനക്ക് കൊല്ലാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെ കയ്യിലും ദിവ്യാസ്ത്രങ്ങളുണ്ട്. മരണം വരെ അവർക്ക് അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ജയവും പരാജയവും സംഭവിക്കത്തില്ല, യുദ്ധം അവസാനിക്കത്തില്ല. ഭഗവാൻ അവിടെ ഇല്ലെങ്കിൽ, കൊല്ലിക്കാനായിട്ടില്ലെങ്കിൽ ഇത് അവസാനിക്കത്തില്ല. അതുകൊണ്ട് കർണനോട് പറയും അവന്റെ കഴുത്ത് വെട്ട്. ചിന്തസ്വ ചേരിക്കുന്ന പറയും, കഴുത്ത് വെട്ടാനാ പറയും. ആ അസ്ത്രം കൊണ്ട് അവന്റെ കഴുത്തിനെ നറുത്ത് കളയാനാ പറയുന്നത്. അപ്പോൾ വ്യാവഹാരികമായി വളരെ ശക്തമായി അർജുനനെ സദാസമയം ആ കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തന്നെ പറയുന്നത് എന്താണ്? കം ഖാദേതി ഹന്തികം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് ആര് കൊല്ലുന്നു, ആര് കൊല്ലിക്കുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊല്ലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ എന്റെ അർത്ഥം? അത് ഭഗവാന്റെ ആത്മനിഷ്ഠയില്ല, ആത്മസ്വരൂപത്തിൽ അവിടെ കൊലയും കൊലപാതകവും ഒന്നും നടക്കുന്നില്ല. കൊല്ലുന്നുമില്ല, കൊല്ലിക്കുന്നുമില്ല, ആത്മസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. അവിടെ കൊലയും കൊലപാതകവും ഒന്നും നടക്കുന്നില്ല. ആ ഒരു തലത്തിലാണ് പറയുന്നത് ഒന്നുമില്ല. ഇങ്ങ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, കർമ്മ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇതെല്ലാം ഉണ്ട്. ആണ് നമ്മൾ കാണുന്നത്. ഈ ഉപദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാഭാരതത്തിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഓരോ സന്ദർഭങ്ങളും അതും മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെയാണോ കർമ്മത്തെ നിഷേധിക്കുന്നത്, എവിടെയാണോ കർമ്മപ്രേരണയെ നിഷേധിക്കുന്നത്, അതെല്ലാം ആ ആത്മതലത്തിലേ ഉള്ളൂ. വ്യാവഹാരിക തലത്തിൽ കർമ്മത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ആചാര്യസ്വാമികളും പറയുന്നത് ശരീരത്തിൽ നിന്ന് കർമ്മം ഉപേക്ഷിക്കുക, മനസ്സിൽ നിന്ന് കർമ്മം ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ പ്രത്യേക തലത്തിൽ മനസ്സിലാക്കും. ബാഹ്യമായി ഇതെല്ലാം നടന്നുകൊണ്ട് തന്നെ ഇരിക്കും.
ആന്തരികമായി ഒന്നും നടക്കുന്നില്ല. ഇതാണ് ജ്ഞാനിയുടെ അനുഭവം. പുറമേയെല്ലാം ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ, അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ പറയും ഞാനൊന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. അത് അനുഭവതലമാണ്. ഇത് ജ്ഞാനിയുടെ അനുഭവതലം, ഇത് വ്യാവഹാരികമായ തലം. കർമ്മം വ്യവഹാരമണ്ഡലത്തിലാണ്, ആത്മതലത്തിലല്ല. അപൂർവം പേർക്ക് അങ്ങനെ ഒരു ആത്മതലത്തിൽ നിന്നുകൊണ്ട് ഈ വ്യവഹാരതലത്തെ നോക്കാനും കാണാനും ചെയ്യാനും ചെയ്യിപ്പിക്കാനും എല്ലാം കഴിയും. അതുകൊണ്ട് വ്യവഹാര തലത്തിൽ നിൽക്കുന്ന ഒരാള് യുദ്ധം ചെയ്യാനോ യുദ്ധം ചെയ്യിപ്പിക്കാനോ അയാൾക്കതിന് അവകാശമില്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ യുദ്ധം ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ യുദ്ധം ചെയ്തു, അതുകൊണ്ട് എനിക്കും ആകാം എന്ന് നമുക്ക് അവകാശപ്പെടാൻ അതിനുണ്ട്. വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ലോകനീതി ധർമ്മം അതെല്ലാം വ്യവഹാരതലത്തിൽ നോക്കേണ്ടിയിരിക്കുന്നു. ആത്മതലത്തിൽ നിന്നുകൊണ്ട് വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം അജ്ഞന്മാരായ ഇവന്മാർക്കില്ല. അതുകൊണ്ട് യുദ്ധം തുടങ്ങിയ കാര്യങ്ങളെ ഗീതയുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് സാധാരണ നടക്കുന്ന ഒരു യുദ്ധ ചർച്ചയല്ല ഇവിടെ. യുദ്ധം വേണമോ വേണ്ടേ എന്നുള്ളതല്ല ഇവിടെ. അത്തരമൊരു ചർച്ചയല്ല ഗീതയിൽ നടത്തുന്നത്. യുദ്ധം വേണോ സമാധാനം വേണോ എന്നുള്ളതല്ല. ഇത് യുദ്ധം എന്ന് പറയുന്നത് എവിടെ നടക്കുന്നു, ആത്മനിഷ്ഠന്റെ നില എവിടെ, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് യുദ്ധത്തെക്കുറിച്ചുള്ള ന്യായാന്യായങ്ങളല്ല. യുദ്ധം വേണമോ സമാധാനം വേണം അത്തരൊരു വിഷയമല്ല. സ്വധർമ്മത്തിന്റെ നില എവിടെ, ആത്മജ്ഞാനിയുടെ ആത്മനിഷ്ഠന്റെ നില എവിടെ, അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടിത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നെന്നോ അല്ലെങ്കിൽ സമാധാനത്തെ കൊണ്ടുവരുന്നതെന്നോ അങ്ങനെയുള്ള ചർച്ചകൾ ഒക്കെ ഗീതയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ വളരെ അത് സൂക്ഷിക്കണം. ഇവിടുത്തെ യുദ്ധം വേറെയാണ്, ഇവിടുത്തെ സമാധാനം വേറെയാണ്, അതെല്ലാം വേറെ വേറെയാണ് കാര്യങ്ങൾ. ഇതിന് രണ്ട് തലങ്ങളുണ്ട്, ഒന്ന് വ്യാവഹാരിക തലം, ഒന്ന് പാരമാർത്ഥിക തലം. പലപ്പോഴും വ്യാവഹാരിക തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ പറയും, ചിലപ്പോൾ പാരമാർത്ഥിക തലത്തിൽ നിന്നുകൊണ്ടും കാര്യങ്ങളെ അവതരിപ്പിക്കും. നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം യുദ്ധം എന്നുള്ള ഒരു വിഷയത്തെ ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു ഗീതാശാസ്ത്രേ ആത്മജ്ഞാനിക്ക് സർവകർമ്മ സന്യാസത്തിനുമാണ് അധികാരം. കം ഘാതേതി ഹന്തികം, ആര് കൊല്ലുന്നു ആര് കൊല്ലിക്കുന്നു. ഇനി ആ ശ്ലോകം നോക്കുക. വേദാവിനാശിനം നിത്യം ഏനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതേതി ഹന്തികം. അടുത്ത ശാങ്കരഭാഷ്യം 22ാമത്തെ ശ്ലോകത്തിന്റെ ആമുഖമായിട്ട് പ്രകൃതം തു വക്ഷ്യാമഹ. ഈ കഴിഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന്റെ പദാർത്ഥങ്ങൾ പറഞ്ഞ് വാക്യാർത്ഥം പറഞ്ഞിട്ട് കുറച്ച് ദീർഘ ചർച്ചയിലേക്ക് പോയി. ഇനി മടങ്ങി വരാമെന്നാണ്. പ്രകൃതം തു വക്ഷ്യാമഹ. ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. തത്ര ആത്മനോ അവിനാശിത്വം പ്രതിജ്ഞാതം. ആത്മാവ് അവിനാശിയാണെന്ന് പറഞ്ഞു. തത്കിമിവ ഇത് ചെയ്ത് അത് ഏതുപോലെ അതിന് ഉദാഹരണം പറയുന്നു. വളരെ പ്രസിദ്ധമായ ഗീതയിലെ ശ്ലോകമാണിത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. അതിന് വളരെ സ്പഷ്ടമാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വലിയ വ്യാഖ്യാനത്തിനൊന്നും ഇവിടെ ഒരുമ്പെട്ടിട്ടില്ല. വാസാംസി വസ്ത്രാണി, അതിന്റെ അർത്ഥം വസ്ത്രങ്ങളെന്നാണ്. ജീർണാനി
അത് വ്യാഖ്യാനിക്കുന്നു. ദുർബലതാംഗദാനി, ദുർബലമായ വസ്ത്രങ്ങളെ യഥാ എപ്രകാരമാണോ ലോകേ ലോകത്തിൽ വിഹായ, അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു പരിത്യജ്യ, ഉപേക്ഷിച്ചിട്ട്, നവാനി, അതിന്റെ അർത്ഥം പറഞ്ഞു അഭിനവാനി, പുതിയ വയഗൃണാദി ഉപാദത്തെ, അതിന്റെ അർത്ഥമാണ് സ്വീകരിക്കുന്നത്. പഴയ വസ്ത്രങ്ങളെ കളഞ്ഞിട്ട് എങ്ങനെയാണോ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, നരഹ പുരുഷോ മനുഷ്യർ, അപരാണി അന്യാനി, പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നത്, തഥാ തദ്വദേവ ശരീരാണി വിഹായ ജീർണാനി, ഈ ജീർണമായ ഈ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അന്യാനി സംയാതി സംഗച്ഛതി നവാനി ദേഹി ആത്മാ, ഈ ദേഹി, ഈ ആത്മാവ് പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നു, ഈ ആത്മാവ് എന്നർത്ഥം. പുരുഷവത് അവിക്രിയവീത്യർത്ഥം. എങ്ങനെയാണോ മനുഷ്യൻ ഈ വസ്ത്രങ്ങളെ മാറ്റുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിന് മാറ്റമൊന്നും ഇല്ലാതിരിക്കുന്നത്, വസ്ത്രങ്ങളെ മാറുന്നുള്ളൂ. പുരുഷവത്, പുരുഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ എന്നുള്ള അർത്ഥം. മനുഷ്യൻ എങ്ങനെയാണോ വസ്ത്രങ്ങളെ മാറ്റുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിന് മാറ്റമില്ലാതിരിക്കുന്നത്, അതുപോലെ ആത്മാവ് തന്റെ വസ്ത്രങ്ങളാകുന്ന ഈ ശരീരങ്ങളെ മാറ്റുമ്പോഴും അവിക്രിയവ, അവിക്രിയനായി തന്നെ ഇരിക്കുന്നു. ആത്മാവിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭീഷ്മദ്രോണാദികൾ അവരുടെ ശരീരം നശിച്ചു കഴിഞ്ഞാലും ആത്മസ്വരൂപത്തിൽ അവർ നിത്യന്മാരായി തന്നെ ഇരിക്കും. നീയും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് എന്നാണ് ശ്ലോകത്തിൽ. യഥാ എപ്രകാരമാണോ നരഹ നരൻ മനുഷ്യൻ, ജീർണാനി വാസാംസി ജീർണിച്ച വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട്, അപരാണി ഗൃണ്ണാതി അപരങ്ങളെ പുതുവസ്ത്രങ്ങളെ സ്വീകരിക്കുന്നത്, തഥാ അതുപോലെ ദേഹി ഈ ആത്മാവ് ദേഹത്തോടുകൂടിയിരിക്കുന്നവൻ, ജീർണാനി ശരീരാണി വിഹായ ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ഉപയോഗശൂന്യമായ ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അന്യാനി നവാനി സംയാതി പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. നവാനി സംയാതി അന്യ പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. ഈ ജീർണിച്ച ശരീരം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരാൾ ക്ലാസ് ജീർണിച്ച ശരീരം എന്ന് വെച്ചാൽ ഇത് വയസ്സായി മരിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത്. ആക്സിഡന്റ് മരിച്ചാലോ ഇതൊക്കെ ശരിയാകും അവിടെ നിന്ന്. ജീർണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരം ഉപയോഗശൂന്യമായി തീരും. അതെങ്ങനെയായാലും ശരി, ജീവൻ മനസ്സിലാക്കണം ഈ ശരീരം ഇനി തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അതിനെ ഉപേക്ഷിക്കും. ആക്സിഡന്റ് ആയാലും കൊള്ളാം, വയസ്സായാലും കൊള്ളാം, ചെറുപ്പത്തിലായാലും കൊള്ളാം, ജനിച്ചുടനെ ആയാലും കൊള്ളാം. ശരീരം ഉപയോഗശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജീവൻ ഉടനെ അത് ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. അത് വസ്ത്രം മാറുന്നത് പോലെയുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ പുനർജന്മത്തെ, മരണത്തെയും പുനർജന്മത്തെയും ഇവിടെ അംഗീകരിക്കുകയാണ്. അവിടെ ഒരു സംശയം വരും. ചിലർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതായത് പുനർജന്മം എന്ന് പറയുന്നത് ജനനത്തിന് ശേഷം മരണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ. ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് അജ്ഞേയമായ കാര്യങ്ങളാണ്. അത്തരം അജ്ഞേയമായ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയാണോ? ഇതിനെ അജ്ഞേയമായി തന്നെ വിടണം. അദ്വൈതികൾ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നുവെച്ചാൽ അദ്വൈതികൾ എന്ന് പറയുമ്പോൾ പുസ്തകാദ്വൈതം, ഈ പുസ്തകങ്ങളിലൂടെ ഇത് മനസ്സിലാക്കിയിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് ഇരിക്കുന്ന അദ്വൈതികൾ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് ശരിയാണ്. ഈ മരണശേഷവും ജീവിതത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അജ്ഞേയങ്ങളാണ്. അവരുടെ അദ്വൈതത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത അദ്വൈതികളുമുണ്ട്. ഇവിടെ ഭഗവാനെ പോലെയുള്ള അദ്വൈതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മരണശേഷമുള്ള കാര്യങ്ങളും മുമ്പുള്ള കാര്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞേയമല്ല. ഭഗവാൻ തന്നെ പറയും, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, നീ അറിയുന്നില്ല എന്ന് അർജുനനോട് പറയും. ബഹുവിനീമേ വിധീതാൻ,
ജന്മാനി തവചാർജുന, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞുപോയി. പുനർജന്മത്തെക്കുറിച്ച് പറയുകയാണ്. നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഈ അറിവിൽ വ്യത്യാസമുണ്ട്. ജന്മാന്തരങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ യോഗികൾക്കുണ്ടാവും, സാധാരണ മനുഷ്യനുണ്ടാകത്തില്ല. സാധാരണ മനുഷ്യന് അജ്ഞേയമായിരിക്കുന്ന പല കാര്യങ്ങൾക്കും യോഗികൾക്ക് പ്രത്യക്ഷമാണ്. ഭഗവാന്റെ കാര്യം പിന്നെ പറയാനില്ല. അങ്ങനെയുള്ളവർ പറയുകയാണ് പൂർവ്വ വരും ജന്മങ്ങളെക്കുറിച്ച്. അത് നമ്മളതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളും പറയും. അല്ല, നമ്മളത് അറിഞ്ഞിട്ട് പറയുന്നതല്ല, നമ്മളതിനെ പ്രമാണമായി അംഗീകരിക്കുന്നുകൊണ്ട് പറയും. അതുകൊണ്ട് നമുക്ക് അജ്ഞേയമായിരിക്കുന്ന കാര്യങ്ങൾ ഭഗവാനും അജ്ഞേയമായിരിക്കും എന്ന് പറയുന്നതിന് ഒരർത്ഥം. ചില അദ്വൈതികൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ അജ്ഞേയമായ കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല, അതങ്ങനെ തന്നെ പെടണം. എന്നുവെച്ചാൽ എനിക്കുള്ള അറിവേ ബാക്കിയുള്ളവർക്കും ഉള്ളൂ എന്ന് ശഠിക്കുന്ന ചിലരാണ്. അപ്പം അങ്ങനെയല്ല, മഹാത്മാക്കൾക്ക് പൂർവ്വജന്മങ്ങളെക്കുറിച്ചും ഭാവി ജന്മങ്ങളെക്കുറിച്ചും എല്ലാം അറിയാൻ കഴിയും. അത് ഭഗവാൻ തന്നെ ഇവിടെ തർപ്പിച്ച് പറയുന്നു, നീ അറിയുന്നില്ല, ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുന്നത്. അറിവിൽ വ്യത്യാസം യോഗികൾക്കും അതറിയാൻ പറ്റും. അതുകൊണ്ടാണ് അത് പറയുന്നത് ഇത്രയും ഉറപ്പിച്ച്. അപ്പോൾ ശാസ്ത്ര ചർച്ചയിൽ നമ്മുടെ അറിവ് മാത്രമല്ല ചർച്ചയ്ക്ക് വിഷയമാകും. അത് വിവരമുള്ളവരുടെ അറിവും അവിടെ ചർച്ചയ്ക്ക് വിഷയമാകും. ഭഗവാനെ പോലെയുള്ളവരുടെ അറിവുകളും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ അജ്ഞന്മാരായ നമ്മുടെ അറിവ് മാത്രം ആണ് ചർച്ചയ്ക്ക് വിഷയമാക്കുന്നതെങ്കിൽ അതിന് ശാസ്ത്രത്തിന്റെ തന്നെ ആവശ്യം. നമ്മൾ കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ മതി. ശാസ്ത്രത്തെ അവലംബിക്കുന്ന എന്തുകൊണ്ട്? പൂർവികന്മാരുടെ, ഋഷിമാരുടെ, ജ്ഞാനികളുടെ അറിവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അതീന്ദ്രിയമായ അലൗകികമായ അറിവുകളുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ ഗീതയുടെ ഭാഷയൊക്കെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനി അതാരെങ്കിലും വായിച്ചിട്ട് നാളെ എന്റെ മേക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെയുണ്ട്, അത് കാര്യം വേറെ അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. പൂർവ്വ ജന്മവും വരുന്ന ജന്മങ്ങളും എല്ലാം ഉണ്ട് എന്നിവിടെ തർപ്പിച്ച് പറയണം. അത് വ്യക്തമായി ഇവിടെ ഇപ്പോൾ പൊതുവായി പറയണം. ഇനി വരുന്ന ഭാഗത്ത് വ്യക്തമായി പറയും, എനിക്കറിയാം, നിനക്കറിയില്ല. അതാണ്, നമ്മൾ അറിയുന്നില്ല, മഹാത്മാക്കളത് അറിയുന്നു, അതൊരു സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത മന്ത്രം. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷയേവ ച അക്ലേദ്യോ ശോഷയേവ ച നിത്യസർവഗതസ്ഥാണോ അചലോയം സനാതനഃ. ഇത് നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്യും. പൂർണ്ണം ഗച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.